ചരിത്രവും കേരള ചരിത്രവും വിശേഷിച്ച് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ചരിത്രം വളരെ ശ്രദ്ധയോടെ പഠിക്കുകയും പഠിപ്പിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തറപ്പിച്ച് പറയാൻ കഴിയും, വൈക്കം സത്യാഗ്രഹത്തിനെ സംബന്ധിച്ച് എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ, ലേഖനങ്ങൾ ഉൾപ്പെടെ ഇന്നലത്തെ മാതൃഭൂമിയിൽ ഒരു റിപ്പോർട്ടുണ്ട്. ഈ പറയുന്നതൊന്നുമല്ല ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ യഥാർത്ഥ ചരിത്രം. അപ്പോൾ നിലവിലിരിക്കുന്ന ചരിത്ര ഗ്രന്ഥങ്ങൾ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ പഠിപ്പിക്കുന്നതോ അത് ചില നിക്ഷിപ്ത താല്പര്യങ്ങളുടെ പ്രോഡക്ട്സാണ്. ധൈര്യമായിട്ട് ഞാനത് പറയുകയാണ്. നടന്ന സംഭവം നടന്നതുപോലെ പറയണം. വൈക്കം സത്യാഗ്രഹത്തിന് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്, വിശദീകരിക്കുന്നില്ല. 1905 1915 എങ്കിലും തീർച്ചയായിട്ടും നമുക്ക് ഒരു ചരിത്ര ഘട്ടമായിട്ട് നമുക്ക് രേഖപ്പെടുത്താൻ പറ്റും. ടി കെ മാധവനായിരുന്നതിൻ്റെ ആൾ, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതെല്ലാം കഴിഞ്ഞ് ഇന്നലത്തെ മാതൃഭൂമിയിലും ഫറൂഖ് കോളേജിലെ ഒരു അധ്യാപകൻ ഈ KP കേശവമേനോൻ്റെ ഒരു അനുസ്മരണ സമ്മേളനത്തിൽ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു. കേരള മാതൃഭൂമിയുണ്ട്, എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടത്, അതൊന്നും ഞാൻ പറയുന്നില്ല. യഥാർത്ഥ ചരിത്രമല്ല വന്നിരിക്കുന്നത്, ഡിസ്റ്റോർട്ടഡ് ആണ്, ഡൈല്യൂട്ടഡ് ആണ്. സത്യാഗ്രഹം തുടങ്ങുന്നത് ഞാൻ സൂചിപ്പിച്ചല്ലോ, സത്യാഗ്രഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അത് ഒറിജിനേറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ അന്നത്തെ തിരുവിതാംകൂർ നിയമസഭയിൽ TK മാധവൻ ദിവാനോട് ചോദിച്ച ചില ചോദ്യങ്ങളിൽ നിന്നാണ്. അവിടെ മുതലാണ് തുടങ്ങിയത്. ഈ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്നത് കേളപ്പൻ, സത്യാഗ്രഹാശ്രമ സെക്രട്ടറി ആയിരുന്ന കേളപ്പൻ്റെ ഉപസംഹാര പ്രസംഗം വരെ മാത്രമേ എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്നുള്ളൂ. അത് കഴിഞ്ഞ് വേറൊരു സംഭവമുണ്ട്, വളരെ പ്രധാനപ്പെട്ടൊരു സംഭവം. ഇങ്ങനെ കേളപ്പൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നു, സമരം പിൻവലിച്ചിരിക്കുന്നു. അത് കേട്ട മാത്രയിൽ TK മാധവൻ ആശ്രമത്തിൽ പോയിരുന്ന് 2-3 മണിക്കൂർ നേരം ഒറ്റയ്ക്കിരുന്ന് വളരെ ദുഃഖത്തോടുകൂടി എന്തോ ഒക്കെ അദ്ദേഹം ചിന്തിച്ചു, എന്തോ ഒക്കെ ആലോചിച്ചു, എന്തോ ഒക്കെ തീരുമാനിച്ചു. എന്നിട്ട് പെട്ടെന്ന് കൂടെ നിന്ന ആൾക്കാരെയും കൂടി വന്ന് ഈ അവസാനം ഈ പട്ടന്മാർ കെട്ടിയ ഒരു വേലിയുണ്ട്, വേലി, ആ വേലി പറിച്ചങ്ങ് ദൂരെ കളഞ്ഞു. Then what happened to സത്യാഗ്രഹ? ഇതാരും രേഖപ്പെടുത്താത്തത്? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാനുള്ള ഈ പുസ്തകത്തിൽ പരാമർശിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ ആണ് ഈ ഫംഗ്ഷൻ നടത്തുന്നത്. പക്ഷെ നിങ്ങളെല്ലാവരെയും ഞാൻ ഓരോരുത്തരെയും പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. ആദ്യമായി അധ്യക്ഷനെ സ്വാഗതം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഡോക്ടർ സത്യശീലൻ. വർക്കലയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. ഞങ്ങൾ PG പഠിക്കുന്ന സമയത്ത് സത്യശീലൻ സാറ് ഒരു കാഷ്വൽ സ്റ്റുഡൻ്റായിട്ട് ഞങ്ങളോട് ആ ബാച്ചിൽ ജോയിൻ ചെയ്തു. 1969-71 ബാച്ച്. അതിൽ ഞങ്ങളെ അധ്യാപകരെക്കാൾ ഞങ്ങളെ സ്നേഹിക്കുകയും മറ്റ് 19 പേരെ സ്നേഹിക്കുകയും സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഞങ്ങളുടെ ഒരു മൂത്ത സഹോദരനാണ് ഡോക്ടർ സത്യശീലൻ. അത് കഴിഞ്ഞ് ഗവൺമെൻറ് സർവീസിൽ ജോലി കിട്ടി. പിന്നെ അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അതിനും നമുക്ക് സമയമില്ല. സാർ പെട്ടെന്ന് തന്നെ വേറൊരു രൂപത്തിൽ വേറിട്ടൊരു സ്ഥാനം സ്വീകരിച്ചുകൊണ്ട് കൊല്ലം എസ്എൻ ട്രസ്റ്റിലേക്ക് വന്നു. അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് കുറച്ചു കാലം പ്രവർത്തിച്ചു. ഞങ്ങൾ ജ്യേഷ്ഠ സഹോദരനാണ്, ഞങ്ങൾ ഫ്രണ്ടാണ്,
ഞങ്ങളുടെ ഫിലോസഫറാണ്, എല്ലാമാണ്. എന്ത് കാര്യവും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് മാത്രമേ ചെയ്യാറ്. ഞങ്ങളെല്ലാം ഗൈഡ് ചെയ്യുന്നത് ഡോക്ടർ സതീഷ് സിംഗിനാണ്. സാറിനെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 1980-കളിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഒരു മഹാസമ്മേളനം, ഒരു സെമിനാർ, ഒരു ഇന്റർനാഷണൽ സെമിനാർ. ആ സെമിനാറിൽ മികച്ചു നിന്ന ചെറുപ്പക്കാരനായിട്ട് ഒരാളുണ്ടായിരുന്നു. എനിക്ക് പരിചയമൊന്നുമില്ല, ഒരാളുണ്ടായിരുന്നു. കോളേജിലെയും യൂണിവേഴ്സിറ്റിയിലെയും മറ്റ് ഇതൊക്കെ വീക്ഷിക്കുന്ന ആൾക്കാരുടെ എല്ലാം ശ്രദ്ധയിൽപ്പെട്ട അത്രയും പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ആ സമ്മേളനം, ആ സെമിനാർ പ്രോഗ്രാം വലിയൊരു വിജയമാക്കി മാറ്റിയ ആളിൻ്റെ പേര് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഡോക്ടർ ജഗതിരാജ്. അപ്പോൾ VC-യുടെ മൂത്ത ജ്യേഷ്ഠനും ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞു. ആറ്റിങ്ങൽ കോളേജിൽ, ചെങ്ങന്നൂർ കോളേജിൽ ചെന്നപ്പോൾ സാറിൻ്റെ മൂത്ത സഹോദരൻ അവിടെ ഉണ്ട്. അദ്ദേഹത്തിൽ കൂടെയാണ് ഞാൻ സാറിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞത്. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർ പദം അലങ്കരിക്കാൻ ഭാഗ്യം കിട്ടിയ നമ്മുടെ ആൾക്കാരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന അച്ചീവ്മെന്റ്സ് ഉള്ള ഒരു മഹാവ്യക്തിത്വമാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പദം അലങ്കരിക്കുന്ന ഡോക്ടർ ജഗതിരാജ്. മാനേജ്മെന്റിലും എഞ്ചിനീയറിംഗിലും ഒരുപോലെ പ്രാവീണ്യമുള്ള ഒരു പ്രൊഫസറാണ് ഡോക്ടർ ജഗതിരാജ്. അദ്ദേഹം ഈ യൂണിവേഴ്സിറ്റിയുടെ സാരഥ്യം ഏറ്റെടുത്ത നാൾ മുതൽ ആ യൂണിവേഴ്സിറ്റിയുടെ രൂപത്തിനും ഭാവത്തിനും പ്രവർത്തനത്തിനും പ്രവർത്തന ശൈലിക്കും ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കും ഒക്കെ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ഏതൊരു യൂണിവേഴ്സിറ്റിയോട് പോലും കിടപിടിക്കാൻ തക്ക രീതിയിൽ ആ യൂണിവേഴ്സിറ്റിയെ പാകപ്പെടുത്തിക്കൊണ്ടുവരുന്ന ഒരു വലിയ പ്രവർത്തനത്തിലാണ് ഡോക്ടർ ജഗതിരാജ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. എല്ലാവരെയും ചേർത്ത് പിടിക്കുകയാണ്. യൂണിവേഴ്സിറ്റിയിലെ എല്ലാ ആൾക്കാരെയും, സകലരെയും, എല്ലാവരെയും ചേർത്ത് പിടിക്കുകയാണ്. എല്ലാവരുടെയും എനർജി, എല്ലാവരുടെയും എഫർട്ട് അത് യൂണിവേഴ്സിറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയാണ്, വിനിയോഗിക്കുന്നതിന് വേണ്ടി അവരുടെ കൂടെ നിൽക്കുകയാണ്. ഹ്യൂമിലിറ്റി personified. That is Dr. Jagadiraj. ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ശിവദാസൻ എനിക്ക് ഇത്തിരി സ്വാതന്ത്ര്യം എടുക്കാവുന്ന ഒരാളാണ്. എൻ്റെ സഹോദരനാണ്, എൻ്റെ കൊളീഗാണ്. യൂണിവേഴ്സിറ്റി കോളേജ് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. സത്യജിത് സാറും ഡോക്ടർ ശിവദാസനും ഞങ്ങളൊരു ടീം ആൾക്കാർ. ഒരു കാലഘട്ടം വന്നപ്പോൾ നമ്മളെ ഈ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ഒരു വാക്വം ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആ വാക്വം ഒന്ന് ഫിൽ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ആൾക്കാർ ആലോചിച്ച് കൂട്ടായിട്ട് ഒരു തീരുമാനമെടുത്ത് ഒരു പുതിയ ഒരു കേരള അക്കാഡമി ഓഫ് സോഷ്യൽ സയൻസസ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ അസോസിയേഷൻ, അതിന് ഒരു ജേണലും ഉണ്ടായിരുന്നു. UGCയുടെ ലിസ്റ്റിൽ വരുന്ന ഒരു ജേണലും ഉണ്ടായിരുന്നു. സെമിനാറുകളുടെ ഘോഷയാത്രയാണ്. VJT ഹാളിൽ, മറ്റ് കോളേജസിൽ, വിമൻസ് കോളേജിൽ, ഇവിടെ എല്ലാം ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഞങ്ങളെല്ലാം പേരിന് മാത്രം അതിനകത്തുള്ളത്. അതിൻ്റെ എല്ലാ ഭാരവും ഇൻ്റലക്ച്വൽ, ഈവൻ ഫിസിക്കൽ, എല്ലാം ഡോക്ടർ ശിവദാസനായിരുന്നു.
ആ ശിവദാസൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി. ഹിസ്റ്ററി പ്രൊഫസറായിട്ട് പോയി. അവിടെ പിന്നെ ഒരു കാര്യം പറയരുതെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ കൊടുത്ത പ്രോമിസ് ഞാനൊന്ന് വയലേറ്റ് ചെയ്യുകയാണ്. അദ്ദേഹം അവിടെ രജിസ്ട്രാർ ആയിരിക്കുകയും ചെയ്തു. ഈ പ്രസിദ്ധിയിലൊന്നും അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ല. സ്വന്തം അഭിപ്രായങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും സ്വന്തം അഭിപ്രായമുണ്ട്. ആർക്കും അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിത്വമുള്ള ഒരാളാണ്, ഒരു പ്രൊഫസറാണ് ഡോക്ടർ ശിവദാസൻ. ഡോക്ടർ ശിവദാസനെ ഞാൻ ഈ യോഗത്തിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു. ഇനി ഒരാൾ വരാനുണ്ട്, നമ്മളെ നോട്ടീസ് പേര് വെച്ച് ഡോക്ടർ ജയപ്രകാശ്. എസ് എൻ കോളേജുകളിൽ പ്രിൻസിപ്പലായിട്ടൊക്കെ ഇരുന്നു, മലയാളം പ്രൊഫസറായിരുന്നു. എസ് എൻ കോളേജ് പ്രിൻസിപ്പലായിട്ടൊക്കെ ഇരുന്നു, റിട്ടയർ ചെയ്ത് ഇപ്പോൾ അത് ഈ പബ്ലിക്കേഷൻ കലാപൂർണ പബ്ലിക്കേഷൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്. എല്ലാ കൃത്യങ്ങളും ഏത് കാര്യം ചെയ്താലും പെർഫെക്ഷനാണ്. പെർഫെക്ഷൻ പെർഫെക്ഷൻ പെർഫെക്ഷൻ. എല്ലാവരോടും സ്നേഹമായിട്ട് ഇടപെടുന്ന ഒരാൾ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാൾ, വളരെ പാണ്ഡിത്യമുള്ള ഒരാൾ, ആ പാണ്ഡിത്യം പ്രകടിപ്പിക്കാത്ത ഒരാൾ, അങ്ങനെയുള്ള ഒരാളാണ് ഡോക്ടർ. ഏജൻ്റ് ആയിരിക്കും, ആ പേരങ്ങ് മറന്നുപോയി, ജയപ്രകാശ്. ജയപ്രകാശിന് ഇന്ന് രാവിലെ 1 മണിക്കൂറൂടെ അവിടെ നിൽക്കേണ്ടതുണ്ട്. 11:15 11:30 ഇടയ്ക്ക് അയാൾ ഇവിടെ എത്തും. മഹാരാജ് കോളേജ് ഈവനിങ് കോളേജിൽ ഇതുപോലെ ക്ലാസ് എടുത്തുകൊണ്ട് നിന്നപ്പം ലൈറ്റങ്ങ് പോയി. ആ കുട്ടികളെന്ന് പറയാൻ പാടില്ല, അത്രയും പ്രായമുള്ള ആൾക്കാരായിരുന്നു. അവരെല്ലാവരും കോപ്പറേറ്റ്. ഞാൻ അറിയാതെ ഓർത്തു പോയതാ സാർ. ഇനി ഞാൻ രണ്ടുപേരും ഒരുമിച്ച് സ്വാഗതം ചെയ്യും. പ്രൊഫസർ കെ ശശികുമാർ, ML അനിധരൻ. ഇവർ ടിൻസ് ആണോ എന്നെനിക്കൊരു സംശയമുണ്ട്. കഴിഞ്ഞ ഒരു 1980-കൾ മുതൽ അവരുടെ കഴിവിൻ്റെ പരമാവധി സമൂഹത്തിന് വേണ്ടി, സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി കൂട്ടായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. കൊല്ലത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് 10 എഡ്യൂക്കേഷൻ. അപ്പോൾ പ്രൊഫസർ ശശികുമാറിനെ പറ്റി പറഞ്ഞാൽ തന്നെ ആ സ്ഥാപനങ്ങളുടെ എണ്ണം പിന്നെയും കൂടുകയാണ്. എഞ്ചിനീയറിംഗ് കോളേജ്, അതൊന്നും ഞാൻ അതിലേക്ക് വരുന്നില്ല. ആയുർവേദ കോളേജ്, ആരും ചിന്തിക്കാത്ത ഒരു സമയത്ത് ആയുർവേദ കോളേജ്, അത് ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭമായിട്ട് നടക്കുന്ന ആയുർവേദ കോളേജാണ്. അക്രഡിറ്റേഷനും ആയിപ്പോയി. നാക് അക്രഡിറ്റേഷൻ വളരെ അഡ്വാൻസ് സ്റ്റേജിലാണ്. അവർ രണ്ടുപേരെയും ഞാൻ ഒരുമിച്ച് സ്വാഗതം ചെയ്യുകയാണ്. ബാക്കിയെല്ലാം എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നവരാണ്, ഞാൻ സ്നേഹിക്കുന്നവരാണ്, ബഹുമാനിക്കുന്നവരാണ്. കൂടാതെ എൻ്റെ കുടുംബാംഗങ്ങളുണ്ട്, എൻ്റെ സഹധർമ്മിണിയുണ്ട്, അവരുടെ ആങ്ങള എൻ്റെ അളിയനുണ്ട്, എൻ്റെ വൈഫിൻ്റെ അനിയത്തിയുണ്ട്. പിന്നെ ടീച്ചറിൻ്റെ പേര് ഞാൻ വിമല ടീച്ചറിനെ കൊല്ലത്തുള്ളവരെല്ലാം അറിയും. ഞാൻ പ്രത്യേകിച്ച് വിശേഷിച്ച് SNDP പൊതുപ്രവർത്തനം നടത്തുന്നവർക്കെല്ലാം ടീച്ചറിനെ അറിയാം. ഡോക്ടർ ആർച്ച, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്, യൂണിവേഴ്സിറ്റി, SN കോളേജ് കൊല്ലം. എല്ലാവരെയും സന്തോഷത്തോടു കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. സുഹൃത്തുക്കളെ, ഡോക്ടർ VP ജഗതിരാജ്, വൈസ് ചാൻസലർ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലം, ഡോക്ടർ S ശിവദാസൻ, ഡോക്ടർ K ശശികുമാർ, ML അനിധരൻ, ഡോക്ടർ ജയപ്രകാശ്, ശിവപ്രസാദ്. ഞാൻ എന്നെക്കുറിച്ചുള്ളൊരു കഥ പറഞ്ഞിട്ട് കൂടുതൽ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ശംഭു നമ്പൂതിരി എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. പക്ഷെ ആ സുഹൃത്തിനെ ഞങ്ങൾ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അയാൾ ഉടനെ വെളിയിൽ പോയി ശരീരം കഴിയുന്ന ശേഷമേ പിന്നെ ക്ലാസ്സിലിരിക്കുകയുള്ളൂ. 1 ദിവസമായി 2 ദിവസമായി ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളെല്ലാം ശംഭുവിനെ തൊട്ട് നോക്കും. അപ്പോൾ എപ്പോഴും ശംഭുവിന് കുളിക്കാതിരിക്കാൻ നിവർത്തിയില്ല. അവസാനം ശംഭു തന്നെ നിർത്തി. അയിത്തത്തിൻ്റെ പ്രധാനികളിൽ ഒരാളായ അവിടുത്തെ ഒരു നമ്പൂതിരി കുടുംബത്തിലെ പയ്യനായിരുന്നു അദ്ദേഹം. അത് കഴിഞ്ഞ് രണ്ടാമതൊരു കഥ പറയേണ്ടത്, ഞാൻ എൻ്റെ അപ്പൂപ്പൻ്റെ കൂടെ, അപ്പൂപ്പനൊരു നാട്ടുവൈദ്യനായിരുന്നു, ഒരു വീട്ടിൽ പോയി. വീട്ടിൽ രാവിലെ എത്തിയപ്പോൾ എനിക്ക് അവിടുത്തെ അമ്മ
ഒരു ഇലയപ്പം തന്നു. എന്നാണ് പറയുന്നത്, വശി എന്നാണ് പറയുന്നത്. ആ വശിയിൽ പാത്രത്തിൽ ഞാൻ വളരെ സാധോടുകൂടി സന്തോഷത്തോടുകൂടി അത് കഴിച്ചു. വളരെ പെട്ടെന്ന് കഴിച്ചു. ഒന്നുകൂടി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അപ്പം തന്ന അമ്മ തന്നെ ഒരു പാത്രത്തിൽ വെള്ളവുമായി വന്ന് ഈ പ്ലേറ്റിൽ വെള്ളം ഒഴിച്ചത് മോനൊന്ന് കഴുകി വയ്ക്കണം. ഞാനന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുക. എനിക്ക് അതിനോട് തീർത്തും എതിർപ്പ് തോന്നി. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ വീട്ടിൽ അമ്മ ഇതുപോലെ അപ്പം ഉണ്ടാക്കി തരാറുണ്ട്. അത് കഴിച്ചിട്ട് ഞാൻ പോകും, അമ്മ പാത്രം എടുത്തുകൊണ്ട് പോയി അമ്മ തന്നെ പാത്രം കഴുകാറുള്ളത്. ഞാൻ അങ്ങനെ പാത്രം കഴുകി ശീലമില്ല കഴിക്കും. അല്ല, അത് ഇവിടെ അങ്ങനെയല്ല, അത് കഴുകിയേ പറ്റൂ. ഞാൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഒരു ഇലയപ്പം ഇവിടുത്തെ അടുത്ത കടയിൽ പോയി വേണമെങ്കിൽ വാങ്ങിക്കൊണ്ട് തരാം. പക്ഷെ പാത്രം കഴുകാൻ എനിക്ക് പറ്റില്ല, ഞാൻ എൻ്റെ അമ്മയെ പോലെയാണ് നിങ്ങളെ കാണുന്നത്. അപ്പോൾ അപ്പം പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യ്, ഒന്ന് കഴുകിയും കൊടുക്കുക. ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റില്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അപ്പം തിരിച്ചു കൊടുക്കാനേ എനിക്ക് പറ്റത്തുള്ളൂ, അത് കടയിൽ പോയി വാങ്ങിക്കൊണ്ട് കൊടുക്കാം. അപ്പം ഇങ്ങനെ 2 അനുഭവങ്ങൾ, അയിത്തത്തിൻ്റെ 2 അനുഭവങ്ങൾ അനുഭവിച്ച ഒരാളാണ് ഞാൻ. വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് സംസാരിക്കുന്ന അവസരത്തിൽ ഇതിന് റെലവൻസ് ഉണ്ടെന്ന് തോന്നിയതുകൊണ്ട് മാത്രം ഞാൻ സൂചിപ്പിച്ചതാണ്. ഇനി ഒന്നുകൂടി പറയാം. ആ വീട്ടിൽ തന്നെ, ആ നായർ കുടുംബത്തിലെ കുട്ടി തന്നെ തിരുവനന്തപുരം ഗവൺമെൻറ് വിമൻസ് കോളേജിൽ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഈ അൺടച്ചബിലിറ്റിയെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചപ്പോൾ അതിനെക്കുറിച്ച് ക്ലാസ്സിലൊന്ന് റെഫർ ചെയ്യേണ്ടായി. പിറ്റേ ദിവസം ഒരു കുട്ടി അതിൻ്റെ അച്ഛനും അമ്മയുമായി എൻ്റെ വീട്ടിൽ വന്നു. ക്ഷമിക്കണം സാർ, അച്ഛനും അമ്മയ്ക്കും അന്ന് അതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ലാത്തത് കൊണ്ടാണ് സാറിനോട് പാത്രം കഴുകി വയ്ക്കാൻ പറഞ്ഞത്. അത് ആ കുടുംബത്തിലെ ഒരു അംഗമാണ് ഞാൻ. സാറിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ ഇവിടെ വന്ന് അതിന് മാപ്പ് പറയണമെന്ന് തോന്നി. ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യം എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും നിങ്ങൾക്കത് തോന്നിയതിൽ വളരെ സന്തോഷം. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിനെക്കുറിച്ച് ഡോക്ടർ സോമരാജൻ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സോസ്റ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് പ്രസിദ്ധീകരിച്ച ഈ ബുക്കിൻ്റെ പ്രസാധന കർമ്മം ഇവിടെ നടക്കുന്ന അവസരത്തിൽ എനിക്കൊന്നുകൂടി പറയാനുള്ളത്, ഞാൻ നീട്ടുന്നില്ല, ഞാൻ വടക്കേ ഇന്ത്യയിലൊക്കെ കൂടുതൽ പോകുന്ന കൂട്ടത്തിലാണ്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത്, ഇപ്പോഴും കാണാൻ കഴിയുന്നത് തീർത്തും അയിത്തമാണ്. ഞങ്ങൾ തന്നെ അതിൽ നടന്ന് പോകുമ്പോൾ ഞങ്ങളെ കണ്ട് ഓടി മറയുന്ന ആളുകളെ ഞാനിപ്പോഴും ഡൽഹിയിൽ കാണുന്നുണ്ട്. ഡൽഹിയിലെ കോളനികളിൽ ചിലപ്പോഴൊക്കെ ഞാനങ്ങനെ എനിക്ക് ഒന്നുകൂടി പോയി അവരോട് സംസാരിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. ഒറീസയിലെ ഇതിനേക്കാളും മോശമായ കണ്ടീഷനാണ്. ഉത്തർപ്രദേശിൽ അതിനേക്കാളും മോശമായ കണ്ടീഷനാണ്. അങ്ങനെ ഉത്തരേന്ത്യയിൽ, വടക്കേ ഇന്ത്യയിലാകെ, ഇന്ത്യയിൽ പൊതുവെ ഇപ്പോഴും അയിത്തം നിലനിൽക്കുന്നു. അത് നിലനിർത്താൻ ഇന്ന് ഭരണത്തിലിരിക്കുന്ന ഭരണകക്ഷി ചെയ്യുന്നു എന്നുള്ളതിൽ എനിക്കൊരു അതിയായ സങ്കടമുള്ളതാണ്. അപ്പോൾ അവർക്കൊക്കെ ഇതിൻ്റെ റെലവൻസ്, അതായത് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്ന ബുക്ക്, എനിക്ക് തോന്നിയത് സോമരാജനത് ഒരു ഇംഗ്ലീഷ് പതിപ്പ് കൂടി ഇറക്കുകയാണെങ്കിൽ അങ്ങോട്ടുമൊക്കെയുള്ള ആളുകൾക്ക് വായിക്കുവാനും മനസ്സിലാക്കുവാനും എന്താണ് ഇവിടെ കേരളത്തിലുണ്ടായതും കേരളത്തിലുണ്ടായ നവോത്ഥാനം എന്താണെന്നും നവോത്ഥാന നായകന്മാരുടെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു എന്നും മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും എഫേർട്ട് എടുത്ത് വളരെ റെലവൻ്റായിട്ടുള്ള, ഇന്നും വളരെ റെലവൻ്റായിട്ടുള്ള, ഇന്ത്യയിൽ റെലവൻ്റായിട്ടുള്ള ഒരു പുസ്തകം പ്രകാശനം ചെയ്തതിൽ, അതെഴുതി പ്രകാശിച്ചതിൽ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടെങ്കിൽ അവസാനം ഞാൻ സംസാരിച്ചുകൊള്ളാം. താങ്ക് യു വെരി മച്ച്. ഞാൻ വളരെ ആദരവോടുകൂടി ഡോക്ടർ വി പി ജഗത് രാജിനെ
പുസ്തക പ്രകാശനം, മുഖ്യപ്രഭാഷണവും പുസ്തക പ്രകാശനവും നടത്തുന്നതിന് ക്ഷണിച്ചോളൂ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ പി സത്യശീലൻ, ബഹുമാനപ്പെട്ട ഗ്രന്ഥകർത്താവ് CN സോമരാജൻ സാർ, ബഹുമാനപ്പെട്ട ഡോക്ടർ S ശിവദാസൻ, ബഹുമാനപ്പെട്ട പ്രൊഫസർ K ശശികുമാർ, ശ്രീ ML അനിധരൻ, ഡോക്ടർ S ജയപ്രകാശ്, L ശിവപ്രസാദ്, ഇന്ന് കൂടിയിരിക്കുന്ന ബഹുമാനപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമേ തന്നെ ഞാൻ ഈ ഫംഗ്ഷൻ എന്നെ വിളിച്ചതിന് സോമരാജ സാറിനോട് നന്ദി പറയാണ്. ഇതൊരു ഓണറായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഞാനൊരു സാഹിത്യകാരനൊന്നുമല്ല, ഞാനൊരു എഞ്ചിനീയറാണ്. അതുകൊണ്ട് എനിക്കറിയാവുന്ന കുറച്ച് വായിച്ചതിൽ കിട്ടിയ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാം. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ബുക്ക് ഞാൻ നോക്കി സത്യസന്ധമായിട്ടാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്, വിത്ത് എവിഡൻസാണ്. ഇപ്പം നമ്മളെ ഒരു ഫാഷൻ എന്ന് പറഞ്ഞാൽ ഓരോ കാലത്ത് ഓരോ ചരിത്രം എഴുതുന്നത് അന്നത്തെ ചുറ്റുപാടും അന്നത്തെ സ്ഥിതി അനുസരിച്ചാണ് എഴുതുന്നത്. ഇപ്പം എന്താ നമ്മൾ ചെയ്യുന്നത്? ഇന്നത്തെ സോകാൾഡ് ചരിത്ര പണ്ഡിതന്മാർ ചെയ്യുന്നത് എന്താ? അതിന് ഇന്നത്തെ കാലഘട്ടമായിട്ട് കമ്പയർ ചെയ്ത് അല്ലാത്ത രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് ഒരു സാമൂഹിക ബദ്ധ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ എല്ലാ ചരിത്രം വളച്ചൊടിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ അത് ചെയ്യാതെ ചരിത്രമൊക്കെ പണ്ട് വായിക്കുന്ന നമുക്കൊരു മോട്ടിവേഷനാണ്. നമ്മൾ ഇന്ന് എൻജോയ് ചെയ്യുന്ന സ്വാതന്ത്ര്യവും സമത്വമൊക്കെ ചെയ്യാൻ നമ്മുടെ പൂർവികർ അനുഭവിച്ച ദുഃഖങ്ങളും ത്യാഗങ്ങളും ഒക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദവും നമ്മളൊരു പ്രിവിലേജൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ മിക്കവരും ചെയ്യുന്നത് എന്താ? അതിനെ വളച്ചൊടിച്ച് ഇന്നത്തെ ചുറ്റുപാടുമായിട്ട് കമ്പയർ ചെയ്ത് അതിൻ്റെയൊന്നും ആവശ്യമൊന്നുമില്ല. ഓരോ ചരിത്രം എഴുതുന്ന അതാത് കാലഘട്ടത്തിൻ്റെയും അനുസരിച്ചിട്ട് ഒരു 100 വർഷം കഴിഞ്ഞ് പിന്നെ വളച്ചൊടിച്ച് സാമൂഹിക പർദ്ദ ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ട്? അന്ന് 100 വർഷത്തിന് മുമ്പ് വൈക്കം സത്യാഗ്രഹത്തെ സമത്വവും ജാതിഭേദവും ഒക്കെ ഇല്ലാതാക്കണം. ഇപ്പം അതിനെ വളച്ചൊടിച്ച് ഇപ്പം ജാതി കൊണ്ടുവരിക, സമത്വം ഇല്ലാതാക്കുന്നതിനാണ് ഈ സോകാൾഡ് ചരിത്രകാരന്മാർ ചെയ്യുന്നത്. അതൊന്നും ഒരു നല്ല കാഴ്ചപ്പാടല്ല ഇപ്പം ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളിപ്പം ചെയ്യേണ്ടത് അത് വെച്ചിട്ട് പുതിയ പുതിയ ചരിത്രങ്ങളുണ്ടാക്കി നമ്മുടെ പുതിയ തലമുറയെ എൻപവർ ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യേണ്ടത്. അതിനിപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഇന്നും ഈ വൈക്കം സത്യാഗ്രഹത്തിനകത്ത് എത്ര വേർഷൻസ് ഇറങ്ങിയിരിക്കുന്നതിൽ ഏതാ സത്യം ഏതാ ശരിയെന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇപ്പോഴത്തെ തലമുറ കൺഫ്യൂസ്ഡ് ആണ് പലതിനെ പറ്റി. അതിന് ഉത്തരവാദികൾ എന്ന് പറഞ്ഞാൽ ഈ സോക്കാൾഡ് ചരിത്രകാരന്മാരാണ്. കയ്യടി വാങ്ങാനും മൈക്കിൻ്റെ മുന്നിക്കാനും ഫേസ്ബുക്കിൽ ലൈക്ക് കിട്ടാനും വേണ്ടിയാണ് ഓരോ ചരിത്രങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് നിന്ന്. അതൊക്കെ നമ്മൾ ശരിയായ രീതിയൊന്നുമല്ല. നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കണം. അതിന് പകരം ഇപ്പം എന്താ ചെയ്യുന്നത്? അതാണ് എനിക്ക് ഈ അവസരത്തിൽ മെയിനായിട്ട് പറയാനുള്ളത്. ഇപ്പം വൈക്കം സത്യാഗ്രഹം തന്നെ സാറ് എഴുതിയിട്ടുണ്ട്, ഞാൻ വായിച്ചു നോക്കി. സാറ് എഴുതിയേക്കുന്ന എല്ലാം ഒരു എവിഡൻസിൻ്റെ പുറത്താണ്, അല്ലാതെ വെറുതെ ഓരോ വിൻസ് ആൻഡ് ഫാൻസ് വെച്ച് ഓരോരുത്തരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചല്ലേ കയ്യടി വാങ്ങുന്ന രീതിയിലുള്ള ഇൻ്റർപ്രിട്ടേഷനൊന്നും അല്ല ബുക്കിലുള്ള. അപ്പോൾ അതൊരു നല്ലൊരു മുതൽക്കോട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവരും വായിക്കണം. നമ്മുടെ ഈ പുതിയ തലമുറയിൽ ഇതൊക്കെ ഒന്ന് പഠിക്കുമ്പോൾ അവർക്കും ഒരു എന്താ പറയുന്നത്, ഒരു മോട്ടിവേഷനൊക്കെ ആവണം. ആ രീതിയിൽ വേണം നമ്മൾ ഓരോന്ന് ഇൻ്റർപ്രിട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ എനിക്ക് ചരിത്രകാരന്മാരോട് പറയാനുള്ളത്, അതിനെ ബേസ് ചെയ്ത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അക്സെപ്റ്റുള്ള രീതിയിൽ പുതിയ പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിക്കട്ടെ. അതാണ് എനിക്ക് എല്ലാ ചരിത്രകാരന്മാരോടും പറയാനുള്ളത്. എൻ്റെ ഒരു ലിമിറ്റഡ് നോളജ് വെച്ച് വൈക്കം സത്യാഗ്രഹത്തെ പറ്റി ഞാൻ വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ കുറച്ച് കാര്യങ്ങൾ നിൻ്റെ മുന്നിൽ പറയാം. അത് എൻ്റെ ഒരു അറിവാണ്. അത് ചിലപ്പം ശരിയോ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ സാധനം ക്ഷമിക്കുക. ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക വികാസഘട്ടത്തിൽ സമാനതകളില്ലാത്ത ഒരു സംഭവമാണ് ആക്ച്വലി 100 വർഷം മുമ്പ് നടന്ന അതായത് കൃത്യമായി പറഞ്ഞ 1924 മാർച്ച് 10-നാണ് 20 മാസം നീണ്ടു നിൽക്കുന്ന വൈക്കം സത്യാഗ്രഹത്തിൻ്റെ തുടക്കം. ഇപ്പോൾ 100 വർഷം കഴിഞ്ഞു. ഇപ്പോഴും അതിൻ്റെ ഇമ്പോർട്ടൻസും പ്രസക്തിയൊക്കെ കൂടിക്കൂടി വരുവാണ്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ വേണം നമ്മളതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും. എന്നുവെച്ചാൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് ഇപ്പോൾ ഈ ജാതി ഒക്കെ ഇല്ലാതാവണം. ഇപ്പോൾ എന്താ നമ്മൾ സമയം ഓരോരുത്തർ ജാതി പറഞ്ഞ് പ്രശ്നങ്ങൾ കൂടി വരികയാണ്. ഇത് എന്തിനു വേണ്ടിയാണോ അന്ന് ഈ സത്യാഗ്രഹമൊക്കെ നടത്തിയത് അതല്ല ഇപ്പം സംഭവിക്കുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും പരിതാപകരമായ ഒരു കാര്യം. ഈ ബ്രാഹ്മീണ്യ പരിസരങ്ങളിൽ അയിത്തജാതിക്കാരുടെ പ്രവേശനമാണ് കേരളത്തിലെ പൊതുമണ്ഡലത്തെ വിപുലമാക്കുന്നതിനും ജനാധിപത്യ മൂല്യങ്ങൾ ആളുകൾ എത്തിച്ചതും
നമ്മുടെ നാട്ടിലെ മനുഷ്യാവകാശ പോരാട്ടങ്ങൾ വൈക്കത്തെ സത്യാഗ്രഹത്തെ മറക്കാൻ സാധ്യമല്ല. അതുപോലെ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് വൈക്കം സത്യാഗ്രഹം. അയിത്തജാതിക്കാരെ അകറ്റി നിർത്തപ്പെട്ട വലിയൊരു ജനവിഭാഗത്തിന് പൊതുനിരത്തുകളിൽ യാത്ര ചെയ്യുന്നതിനുള്ള അവകാശം ചോദിച്ചു വാങ്ങുന്ന ആദ്യത്തെ പ്രധാന സമരമാണ് വൈക്കം സത്യാഗ്രഹം. സാമൂഹികമായും മതപരമായും ചില ജാതിക്കാരോട് ഉണ്ടായിരുന്ന മനോഭാവത്തിന് സമൂല മാറ്റത്തിന് വരുന്ന ഒരുപാട് പേരുടെ ത്യാഗം കാരണമായി. മുമ്പേ നടന്നുപോയവർ ചെയ്തു കൂട്ടിയതിൻ്റെ ഗുണഫലം അനുഭവിക്കുന്നവരാണ് നാം എന്ന് തിരിച്ചറിയുന്നതാണ് നല്ലത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളിന്ന് എൻജോയ് ചെയ്യുന്ന സ്വാതന്ത്ര്യവും സമത്വമൊക്കെ അന്നത്തെ ആൾക്കാരുടെ ത്യാഗത്തിൻ്റെയും ഒക്കെ ബലപരമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവർക്ക് അതിൻ്റേതായ രീതിയിൽ നമ്മൾ ഈ കാലത്തും അതിൻ്റേതായ നമുക്ക് ആദരവ് കൊടുക്കുന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ഈ സഹനവും ത്യാഗവും ഇല്ലാതെ ഒരു നേട്ടവും ഉണ്ടാകില്ല എന്ന് തന്നെ ഒരു നൂറ്റാണ്ടിനപ്പുറമുള്ള കേരളത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ വരുന്നത്. ഒരുപാട് ശക്തിയോട് പോരാടാൻ വിധിക്കപ്പെട്ടവരായിരുന്നു നമുക്ക് തൊട്ട് മുൻപ് മൺമറഞ്ഞു പോയവർ. 1925 കാലഘട്ടത്തിൽ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ വൈക്കം എന്ന ചെറുദേശത്തെ ഒരു ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി നടന്ന മനുഷ്യാവകാശത്തിനായുള്ള പോരാട്ടം മലയാള നാടും കഴിഞ്ഞ് ലോകശ്രദ്ധ പിടിച്ചു പറ്റിയ ചരിത്രയാത്രയായി അടയാളപ്പെടുന്നതായി കാണുവാൻ സാധിക്കും നമുക്ക്. ഈ സമരം കേരളത്തിലെ പാവപ്പെട്ടവർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും മാത്രമല്ല, ഒരു പൊതുസമൂഹത്തിൽ നിന്നും പുറത്താക്കിയ അവഗണിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ സാമൂഹ്യ നീതി, മനുഷ്യത്വവും അവകാശവും ഉറപ്പാക്കാനുള്ള ഒരു നിശ്ചയദാർഢ്യം കൂടിയായിരുന്നു എന്ന് ഇന്ന് നാം തിരിച്ചറിയുന്നുണ്ട്. ഒരുപാട് നേതാക്കന്മാർ ഇതിനു വേണ്ടി ത്യാഗം സഹിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായിരുന്നത് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പിന്തുണയും പോരാട്ടമാണ്. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചതോടെ ഗാന്ധിജി രൂപം കൊടുത്ത സൃഷ്ടിപരമായ ഒരു പ്രവർത്തനമായ അയിത്തോച്ചാടനത്തിൻ്റെ ചൂട് പിടിച്ചാണ് വൈക്കം സത്യാഗ്രഹം രൂപം കൊള്ളുന്നത്. ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തം സമരം ചെയ്യുന്നവർക്ക് ആയുധമായി. ഗാന്ധിജിയുടെ വാക്കുകൾ സമരത്തിൻ്റെ മൂല്യങ്ങൾ അനുസരിച്ച് സമരം ചെയ്യുവാൻ സത്യാഗ്രഹിക്ക് പ്രചോദനമായി. പദവികൾക്കും അധികാരങ്ങൾക്കും വേണ്ടിയല്ല, മറിച്ച് അവകാശങ്ങൾക്കുമായുള്ള പോരാട്ടത്തിൽ ജനങ്ങളെ ഏകീകരിക്കാൻ ഗാന്ധിജി നിർണായകമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ ഇടപെടൽ സമരം സമാധാനപരമായി വിജയിക്കാനുള്ള വഴികൾ തീർത്തു. അതിലൂടെ ആധുനിക ഇന്ത്യയുടെ നവോത്ഥാനത്തിലേക്കുള്ള അടിത്തറ പാകി. 1925 മാർച്ചിൽ മഹാത്മാഗാന്ധി നേരിട്ട് തന്നെ വൈക്കം സന്ദർശിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ അറിയാമല്ലോ, സമരത്തിന് ധാർമ്മികമായി പിന്തുണ നൽകി എന്നത് ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. ജാതിമത വ്യത്യാസങ്ങൾക്ക് മുകളിലായി മനുഷ്യനെന്ന നിലയിൽ പരിഗണിക്കണമെന്ന മഹത്തായ ആദർശം പ്രചരിപ്പിച്ച ഗുരുദേവൻ സത്യാഗ്രഹത്തിന് പുതിയൊരു ദിശാബോധം നൽകുകയും സമരകാരികൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നയിക്കാൻ പ്രചോദനം ആവുകയും ചെയ്തിട്ടുണ്ട്. ഗുരു നേരിട്ട് പങ്കുചേർന്ന സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. ഗുരു സ്ഥാപിച്ച വേലൂർ മഠമാണ് ആക്ച്വലി സത്യാഗ്രഹയുടെ ഓഫീസായി ഉപയോഗപ്പെടുത്തിയത്. ഗുരുദേവൻ്റെ ആത്മീയയും സത്യവും സമാധാനം സമരാനുകൂലികളുടെ മുഖമുദ്രയായി മാറി എന്നതും ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. വൈക്കം സത്യാഗ്രഹത്തെ സമാധാനപരമായ വിജയത്തിലേക്ക് നയിക്കാൻ ഗാന്ധിജിയും ഗുരുദേവനും ഒരുപോലെ സാധിച്ചിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹം അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അംബേദ്കർ അതിൻ്റെ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. 1925 ഏപ്രിൽ മാസം ബൽഗാമിലെ നിവാനി ചേർന്ന സമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഗാന്ധിജിയുടെ ഇടപെടലിനെക്കുറിച്ചും അംബേദ്കർ ശ്രദ്ധമായ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. മനുഷ്യനും മൃഗവും ഉപയോഗിക്കുന്ന ഒരു വഴി തങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയണമെന്ന് വൈക്കത്തെ ആളുകൾ നിർബന്ധപൂർവ്വം ആവശ്യപ്പെടുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആരുടെയെങ്കിലും ശേഷിക്കനുസരിച്ച് മാറ്റിവെക്കാവുന്ന ഒന്നല്ല സാമൂഹിക സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമെന്ന് വൈക്കം സത്യാഗ്രഹം സമർത്ഥിക്കുന്നതായും അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ട്. ഗാന്ധിജിയുടെ സമരമാർഗങ്ങളോടും രാഷ്ട്രീയ ആശയങ്ങളോടും അംബേദ്കർ പ്രകടിപ്പിക്കുന്ന ഈ സംവാദാത്മക ഭാഗം കുറച്ചു കാലം കൂടി മുന്നോട്ട് പോവുകയുണ്ടായി. 1927 ഡിസംബർ 25 മനുസ്മൃതി കത്തിക്കുന്ന വേളയിൽ അതിനായി തയ്യാറാക്കിയ പന്തലിൽ ആ പ്രക്ഷോഭത്തിൻ്റെ പ്രചോദനം എന്ന പോലെ ഗാന്ധിജി ചിത്രവും പ്രദർശിപ്പിച്ചിരുന്നു. ഇത് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുദേവനും അംബേദ്കറും കൈകോർക്കുന്ന രാഷ്ട്രീയവും സാമൂഹികവും നൈതികവുമായ വിവേചനാദർശങ്ങളുടെ സംയോജിത പ്രസ്ഥാനമെന്ന വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പദവിക്ക് പിൻകാല ചരിത്രത്തിൽ കാര്യമായ വികാസമോ തുടർച്ചയോ ഉണ്ടായില്ല എന്നത് അതിശയകരമാണ്. ജനാധിപത്യത്തിൻ്റെ, സാമൂഹ്യനീതിയുടെ, സമത്വത്തിൻ്റെ, അവകാശങ്ങളുടെ നിശബ്ദ പോരാട്ടമായി വൈക്കം സത്യാഗ്രഹം ചരിത്രത്തിൽ ഇടം നേടി. ശ്രീ രാജഗോപാലാചാരി നേതൃത്വം നൽകിയ ഈ സമരം തിരുവിതാംകൂർ എന്ന രാജ്യത്തിലെ വൈക്കം എന്ന ഒരു ദേശത്തെ ഒരു ക്ഷേത്രത്തിൻ്റെ നിരോധിത പൊതു ചുറ്റുപാടുകളിലേക്കുള്ള പ്രവേശനത്തിൽ അഹിംസ
പ്രക്ഷോഭം എന്നതിലുപരി പരിമിതമായ ലക്ഷ്യങ്ങൾ മാത്രമുണ്ടായിരുന്ന ഒരു സമരം അതിവിപുലമായ സാമൂഹിക ഫലമുളക്കിയതിൻ്റെ ചരിത്രം കൂടിയാണ് വൈക്കം സത്യാഗ്രഹത്തിനുള്ളത്. ക്ഷേത്രപ്രവേശനം എന്ന ആവശ്യം പോലും തുടങ്ങിയ സമയത്ത് ആ സമരത്തിന് പിന്നിലുണ്ടായിരുന്നില്ല. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നാടുവഴികളിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർണർക്കും വേണമെന്ന താരതമ്യേന ലഘുവായ ഒരാവശ്യം മാത്രമാണ് അത് ഉന്നയിച്ചത്. അതിനുവേണ്ടിയാണ് വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്നത് തന്നെ. പരിമിതമായ ആ ലക്ഷ്യം പോലും പൂർണ്ണമായി സാക്ഷാത്കരിക്കാൻ സമരത്തിന് കഴിഞ്ഞതുമില്ല എന്നും യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലെ വഴി സവർണർക്ക് മാത്രം സഞ്ചരിക്കാവുന്ന ഒന്നായി സത്യാഗ്രഹത്തിന് ശേഷവും അവശേഷിച്ചിരുന്നു. അവർണരുടെ തീണ്ടൽ എന്ന ദുരാചാരം അപ്പോഴും അസ്തമിച്ചിട്ടില്ല എന്നർത്ഥം. എങ്കിലും പരിമിതമായ ആവശ്യങ്ങൾ മുൻനിർത്തി ആരംഭിക്കുകയും അതിലും പരിമിതമായ ഫലപ്രാപ്തിയോടെ അവസാനിക്കുകയും ചെയ്ത ആ സമരം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ യുഗനിർണയ സന്ദർഭങ്ങൾ ഒന്നായി മാറിയിട്ടുണ്ട്. അതിനേക്കാൾ പല മടങ്ങ് തീവ്രവും വിപ്ലവകരവുമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ നിരവധി സമരങ്ങളേക്കാൾ വലിയ സ്വാധീനം ഉളവാക്കുവാൻ വൈക്കം സത്യാഗ്രഹത്തിന് കഴിഞ്ഞിട്ടുമുണ്ട്. മുദ്രാവാക്യങ്ങളുടെ തീവ്രതയോ അവയുടെ ഫലപ്രാപ്തിയോ ഇതിയുടെ തോതോ അല്ല ചരിത്രത്തിൽ ഒരു സമരത്തെ അന്തിമമായി നിർണ്ണയിക്കുന്നതെന്ന പാഠം കൂടി വൈക്കം സത്യാഗ്രഹം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ സമുദായങ്ങളും തമ്മിൽ സമത്വം പുലർത്തണമെന്നും മനുഷ്യാവകാശങ്ങളെ ആദരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്നുള്ള ഒരു വലിയ സന്ദേശം കൂടിയാണ് വൈക്കം സത്യാഗ്രഹം ചെയ്യുന്നത്. ഇത് എൻ്റെ ഒരു റീഡിങ്ങിലേക്ക് കിട്ടിയ എൻ്റെ കുറച്ച് അറിവാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്ത്. എല്ലാവർക്കും എന്നെ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു എന്നെ വിളിച്ചതിന്. അതുപോലെ സോമരാജൻ സാറിന് ഇങ്ങനൊരു നല്ലൊരു റെഫറൻസ് ബുക്ക് എഴുതിയതിന് എൻ്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും പ്രിയപ്പെട്ട പ്രൊഫസർ പി സത്യശീലൻ, ഗ്രന്ഥകർത്താവ് ആത്മമിത്രം പ്രൊഫസർ CN സോമരാജൻ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രമണി ചേച്ചി, ജയശ്രീയുണ്ട്, രമണനുണ്ട്, പ്രിയപ്പെട്ടവർ, പുസ്തകത്തെക്കുറിച്ച് ഏതാനും വാക്കുകൾ മാത്രം സംസാരിക്കാനേ ഈ സന്ദർഭത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഈ പുസ്തകം എനിക്കിപ്പോഴാണ് കിട്ടിയത്. ഞാൻ പരിഭവമല്ല പറയുന്നത്, എനിക്കിപ്പോൾ മതിയെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ്. പക്ഷേ ഇതിൻ്റെ ആദ്യാവസാനം ഞാൻ വായിച്ചിരുന്നു. സോഫ്റ്റ് കോപ്പി ഈ രൂപത്തിൽ തന്നെ ഞാൻ വായിച്ചിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട്. ഇതിൻ്റെ അവസാനത്തെ വാചകം ഞാൻ വായിക്കാം. വൈക്കം സത്യാഗ്രഹത്തെ ആകെ കൂടി വിലയിരുത്തിയാൽ കോട്ടങ്ങളെക്കാൾ കൂടുതൽ നേട്ടങ്ങൾ എടുത്തു പറയാവുന്നതും കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എല്ലാ വിഭാഗം ഇന്ത്യൻ ജനതയിലും ഒരു പുതുയുഗത്തിൻ്റെ സന്ദേശവും ഉണർവും ഉൾക്കാഴ്ചയും ഉണ്ടാക്കിയതുമായ ഒരു സമരമായിരുന്നു അത്. 1924 മാർച്ച് മാസം 30-ാം തീയതി ആരംഭിച്ച് 603 ദിവസം നീണ്ടുനിന്ന 1925 നവംബർ 23-ാം തീയതി അവസാനിച്ച വൈക്കം സത്യാഗ്രഹത്തോടു കൂടി ഇന്ത്യയിലെ ആകമാനം ഒരു പുതിയ ചിന്താധാര ഉളവായിട്ടുണ്ട്. ഇത് പറയുന്നത് കല്ലറ സുകുമാരനാണ്. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തെക്കുറിച്ചുള്ള വൈക്കം സത്യാഗ്രഹം ഒരു വിലയിരുത്തൽ എന്ന് പറയുന്ന പുസ്തകത്തിലെ ഒരു വാചകമാണ് സാർ ഈ പുസ്തകത്തിൽ അവസാനമായിട്ട് എടുത്ത് കൊടുത്തിരിക്കുന്നത്. ഈ പുസ്തകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബിബ്ലിയോഗ്രാഫി ഉൾപ്പെടെ 208 പേജുകളിൽ ഉള്ള ഈ പുസ്തകം ചെറുതും വലുതുമായ 25 ചാപ്റ്ററുകളിലാണ് സാർ ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് തുടങ്ങുന്നത് 19-20 നൂറ്റാണ്ടുകളിലെ സാമൂഹ്യ വ്യവസ്ഥ എന്നാണ്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടല്ലാതെ
ദീർഘമായി സംസാരിക്കാൻ സമയപരിമിതി കാരണം എനിക്കറിയില്ല. പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. 19-ാം നൂറ്റാണ്ടിലെ കേരളം ഈ പ്രദേശത്ത് തന്നെയുള്ള പ്രസിദ്ധനായ ബഹുമാന്യനായ ശ്രീധരനുണ്ണി അദ്ദേഹം എഴുതിയതാണ് 19-ാം നൂറ്റാണ്ടിലെ കേരളം. 19-ാം നൂറ്റാണ്ടിലത്തെ കേരളത്തെക്കുറിച്ച് വളരെ വിസ്തരിച്ച് വ്യക്തമായി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ അദ്ദേഹം ആ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. അത് കാച്ചിക്കുറുക്കി പല ഭാഗങ്ങളും എടുത്ത് ഈ പുസ്തകത്തിനകത്ത് സാറ് പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിന് ആ ഗതി 19-ാം നൂറ്റാണ്ടിലെ ഗതി വന്നത് ഒരു 11-ാം നൂറ്റാണ്ടോട് കൂടിയാണ്. 11-ാം നൂറ്റാണ്ടോട് കൂടി ഒരു പുതിയ സാമൂഹ്യ വ്യവസ്ഥ ഇവിടെ ഉടലെടുത്തു എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു അതിശയോക്തിയുമില്ല. പ്രിയപ്പെട്ട സത്യശീലൻ സാറിൻ്റെ വ്യക്തിപരമായ ചില അനുഭവങ്ങൾ ഒരു അതിശയോക്തിയും ഇല്ലാതെ അവതരിപ്പിച്ചു. എനിക്കും ഇതുപോലുള്ള ഒരുപാട് വ്യക്തിപരമായ അനുഭവങ്ങൾ ഉണ്ട്. ഞാൻ പറയുന്നത് ഈ അവസ്ഥ നൂറ്റാണ്ടുകളായി തുടർന്ന് അതിൻ്റെ മൂർധന്യം പ്രാപിച്ചത് 19-ാം നൂറ്റാണ്ടിലാണ്. താങ്ങാൻ പറ്റാത്ത രീതിയിൽ എത്തിയത് 19-ാം നൂറ്റാണ്ടിലാണ്. പക്ഷേ ഇതിനെ ആദ്യമായി ചോദ്യം ചെയ്തത് വൈക്കം സത്യാഗ്രഹത്തിലല്ല എന്നുള്ള സത്യം നാം അറിയണം. നമുക്കെല്ലാം അറിയുന്ന സമാദരണീയനായ ജ്യോതിറാവോ ഫൂലെ, മഹാത്മാ എന്ന് ആദ്യം വിളിച്ചത് ഇന്ത്യയിൽ അദ്ദേഹത്തെയാണ്, മഹാത്മാ ഫൂലെ. ഖിലാഫത്ത് നിസ്സഹകരണ സമരം പൊളിഞ്ഞപ്പോഴാണ്, അല്ലെങ്കിൽ ആ സമരത്തെക്കുറിച്ച് ഉള്ള ആക്ഷേപങ്ങളും അതിനെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിക്കുണ്ടായ ക്ഷീണവും പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഈ സമരം ഏറ്റെടുക്കുവാൻ ഒരുപാട് ആലോചനകൾക്ക് ശേഷം കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിക്കുന്നത്. അല്ല, ഗാന്ധിജി സ്വമേധയാ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ ആളൊന്നും അല്ല. ഒന്ന് മാത്രമല്ല, ഒരുപാട് വൈരുദ്ധ്യങ്ങളുടെ ഒരു കൂമ്പാരമായിരുന്നു ഗാന്ധിജി എന്നുള്ളതാണ് സത്യം. ഞാൻ 125 പ്രാവശ്യം എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ വായിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് തിരിച്ചു പോകുന്ന വഴി 126 പ്രാവശ്യവും ഞാൻ ഇപ്പോൾ ഇത് ഓഡിയോ ബുക്സ് ആയിട്ട് ഒരുപാട് പുസ്തകങ്ങൾ അവൈലബിൾ ആണ്, ക്ലാസിക്കുകൾ. അതിൽ ഓരോ വരിയും വളരെ ചിന്തോദ്ദീപകമാണ്. എൻ്റെ സത്യാന്വേഷണ പരീക്ഷകളിലെ ഓരോ പേജും ഓരോ വരിയും ക്ലാസിക്കുകളാണ്, യാതൊരു സംശയവുമില്ല. അപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ വായിച്ചാൽ മനസ്സിലാവും. പക്ഷേ അതിന് അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത് മഹാത്മാ ഫൂലെയും BR അംബേദ്കറുമാണ്. അവർ പടുത്തുയർത്തിയ ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് മഹാത്മാഗാന്ധി വൈക്കം സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള സമരങ്ങൾ പിന്നീട് ഏറ്റെടുക്കുന്നത്. അപ്പോൾ 1919-20 കാലഘട്ടത്തിൽ തന്നെ ഈ പാത പിന്തുടർന്നുകൊണ്ട് ഈ രംഗത്ത് വന്ന സാമൂഹ്യ പരിഷ്കരണ രംഗത്തിന് വേണ്ടി തമിഴ്നാട് കോൺഗ്രസ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ അതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് കേരളത്തിലെ ഈ അസകൃതരെ ഉദ്ധരിക്കാൻ, അശരണരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വന്ന ഒരാളാണ് നമ്മളെ രാമസ്വാമി അയ്യങ്കാർ എന്ന് പറയുന്ന പെരിയോർ എന്ന് പറയുന്ന അദ്ദേഹം. അതായത് TK മാധവനും KP കേശവമേനോനും ജയിലിലായി കഴിഞ്ഞപ്പോൾ പിന്നെ സമരത്തെ അയക്കാൻ വേറെ നേതാക്കന്മാർ ഇല്ല, സമരം തളർന്നു പോകുമോ എന്ന് ഭയപ്പെട്ടിട്ട് ഇദ്ദേഹത്തെ പ്രത്യേകം നിർദ്ദേശവും അഭ്യർത്ഥനയും നടത്തി ഇവിടെ എത്തിക്കുകയാണ്. ഇദ്ദേഹവും വേറെ 2 സുഹൃത്തുക്കളും കൂടെ ഇവിടെ എത്തിച്ചേർന്ന് വരുമ്പോൾ മഹാറാണിയുടെ നേരത്തെ തന്നെ പരിചയക്കാരനായിരുന്ന ഇദ്ദേഹത്തിനെ സൽക്കരിക്കുവാനാണ് നോക്കിയത്. പക്ഷേ സൽക്കാരം സ്വീകരിച്ചുകൊണ്ട് ഈ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം വേറെയാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ പിന്നെ അധികം ഇദ്ദേഹത്തിന് എൻ്റർടൈൻ ചെയ്യാൻ കഴിഞ്ഞില്ല. പുസ്തകത്തിൽ ഇതെല്ലാം വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. വളരെ രസകരമായി ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ മെറിറ്റും ഒരുപക്ഷെ ഡിമെറിറ്റും സുദീർഘമായ പാസേജുകളാണ്, സംഭാഷണങ്ങളാണ്. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ ഇങ്ങനെ വായിക്കാറുണ്ട്. അതിൽ ഇത്രയും ദീർഘമായ ആ പുസ്തക രചനയ്ക്കിടയിലും ഞാൻ സാറിനോട്
സൂചിപ്പിച്ചിരുന്നു. ഇത്രയും ദീർഘമായ പ്രസ്താവനകൾ ഇതിന് കൊടുക്കാമോ? അപ്പോൾ സാറ് പറഞ്ഞു അത് കൊടുക്കണം. ഞാൻ പറഞ്ഞു കൊടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കൊടുത്തത് അല്ലേ, അങ്ങനെയല്ലേ? അത് കൊടുത്തത് തികച്ചും സതുദ്ദേശത്തോടു കൂടിയാണ്. അല്ലാതെ എങ്ങനെയെങ്കിലും ഒരു പേജ് നിറച്ച് PhD വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ കോപ്പി അടിച്ച് വെക്കുന്ന ഒരു പ്ലാഗിയറിസം ശൈലിയിലല്ല അദ്ദേഹം അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ കാര്യങ്ങൾ മുഴുവൻ ഇതിൽ പറയുന്നുണ്ട്. അതിൽ 1-2 കാര്യം കൂടെ. ഒരു കാര്യം അയിത്തം, വേറൊരു കാര്യം വഴി നടത്തം. എന്താണ് അയിത്തം? എന്ത് മൂത്തതാ സാറേ? അൺടച്ചബിലിറ്റി മൂത്തതാണ് അയിത്തം എന്നാണ് അദ്ദേഹത്തിനകത്ത് കാര്യകാരണ സഹിതം സ്വീകരിച്ചിരിക്കുന്നത്. ഞാൻ വിസ്തരിക്കുന്നില്ല. മറ്റൊന്ന് ഈ നടത്തം, വഴി നടക്കാനുള്ള തീണ്ടൽ പലക, അത് വെച്ചതിനെതിരെ അത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് വെച്ചത്. ഇനി ഒരു പേര് പരാമർശിക്കാതെ പോയാൽ നമ്മുടെ വേദി പോലെ അതും ശുഷ്കമായി പോകും. അയ്യങ്കാളി, ശ്രീമാൻ അയ്യങ്കാളി 1911, 12, 13 വർഷങ്ങളിൽ 1891, 1891, 92, 93 വർഷങ്ങളിൽ നടത്തിയ വില്ലുവണ്ടി സമരം, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കായികമായി അതിനെ എതിർത്ത ആളുകളെ അടിച്ചൊതുക്കിയ പ്രക്ഷോഭം, അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്ന സഞ്ചാര സ്വാതന്ത്ര്യ സമരം. പിന്നെ ഒരു കാര്യപരിപാടിയാക്കി മാറ്റുമ്പോഴാണ് 603 ദിവസം. ലോക ചരിത്രത്തിൽ ഇത്രയും ദിവസം നീണ്ടുനിന്ന സമരം ഉണ്ടായിട്ടില്ല. ഇടയ്ക്ക് 10 ദിവസം ബ്രേക്ക് വരുന്നു, കാര്യമൊക്കെ ശരിയാണ്. പിന്നെ ഇടയ്ക്ക് വെള്ളം കയറുമ്പോഴും 94 വെള്ളക്കെട്ടിലും എല്ലാം വെള്ളത്തിൽ ഇരുന്നുകൊണ്ട്, നിന്നുകൊണ്ട്, കിടന്നുകൊണ്ട്, ഇടികൊണ്ട്, അടികൊണ്ട് എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്, അറിയുന്നതാണ്. അങ്ങനെയൊക്കെ ഒരുപാട് സാഹസങ്ങൾ, ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ഈ സമരം നയിച്ചു. പക്ഷെ അവിടെ ഒരൊറ്റ കാര്യം മാത്രം, അതായത് രാജവീതിയും ഗ്രാമവീതിയും. അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ ഒരു സമരമാണ്, വലിയ സമരമാണ്, കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ ഈ സ്വാതന്ത്ര്യമൊക്കെ നേരത്തെ കേരളത്തിൽ പലയിടത്തും പലരും, അയ്യങ്കാളി ഉൾപ്പെടെ, നേടിക്കഴിഞ്ഞതാണ് ദശാബ്ദങ്ങൾക്ക് മുമ്പ്. പിന്നെ എന്തിനാ ഈ സമരം? അതാണ് പ്രശ്നം. ഇപ്പം 108 വിഷ്ണു ക്ഷേത്രം, 108 ശിവക്ഷേത്രം, 108 പിന്നെ എന്താണ് അമ്മ ഭദ്രകാളി ക്ഷേത്രങ്ങൾ അങ്ങനെ പറയുന്ന, അല്ലെങ്കിൽ വേറൊരു അർത്ഥത്തിൽ നോക്കിയാൽ കേരളത്തിൽ ഏതാണ്ട് 10,000 അമ്പലങ്ങൾ, 10,000 മോസ്കുകൾ, 10,000 പള്ളികൾ, അങ്ങനെ നമ്മൾ വേറൊരു വശത്തോട് നോക്കിയാൽ കാണാൻ പറ്റും. ഇത്രയും സാധനങ്ങളൊക്കെ ഉള്ളപ്പോഴും എന്തിന് വൈക്കത്തെ മഹാദേവ ക്ഷേത്രം ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തു? വേറെ ജോലിയില്ലാത്തത് കൊണ്ടാണോ എന്ന് ചോദിക്കാം. അല്ല, തീർച്ചയായിട്ടും ആവശ്യം തന്നെയാണ്. പക്ഷേ അങ്ങനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കാരണം ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു, ഈ PRDയുടെ ഇപ്പോൾ ഇതിൻ്റെ 100ാം വർഷം ആഘോഷിക്കുകയല്ലേ. അതിൻ്റെ ഭാഗമായിട്ട് കേരള സർക്കാർ PRDയെ കൊണ്ട് ഒരു കൈപ്പുസ്തകം എഴുതിച്ചിട്ടുണ്ട്. ഇപ്പോൾ വൈക്കം സത്യാഗ്രഹം, നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കാണും. വൈക്കം സത്യാഗ്രഹം ഇംഗ്ലീഷിലും മലയാളത്തിലും. എൻ്റെ ഒരു പഴയ മിത്രവും സുഹൃത്തുമൊക്കെയാണ് അത് എഴുതിയത്. പക്ഷേ അത് 32 ഫ്രീ ആണ്, എല്ലാവർക്കും വായിക്കാം. അത് വൈക്കം സത്യാഗ്രഹം ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. PRD വൈക്കം സത്യാഗ്രഹം, യു വിൽ ഗെറ്റ് ഇറ്റ്. അപ്പോൾ അതിങ്ങോട്ട് വായിച്ചു നോക്കുമ്പോൾ 32 പേജുള്ള ആ കൈപ്പുസ്തകത്തിൽ ചിലവില്ലേ? കാര്യം പൈസ 5 പൈസ കയ്യിൽ നിന്ന് മുടക്കണ്ട. സർക്കാർ നമ്മുടെ പൈസ സർക്കാർ ഇറക്കിക്കോളും. അങ്ങനെ ഇറക്കിയ 500 കോപ്പി അവരടിക്കൂ, ബാക്കി ഓൺലൈനിൽ ഇട്ടിട്ടുണ്ട്. അതെടുത്ത് നോക്കിയാൽ എത്ര വികൃതമായിട്ടാണ് വൈക്കം സത്യാഗ്രഹത്തെ അതിൽ അവതരിപ്പിച്ചത്. സാറൊരു കുത്ത് ഈ പുസ്തകത്തിനകത്ത് അതിൽ കുത്തിയിട്ടുണ്ട്. ആ കാര്യത്തിൽ ഈ പ്രശ്നം തന്നെ സാറിന് ശ്രദ്ധ കൊണ്ടുവന്ന് ഞാൻ. അപ്പോൾ ഞാൻ പറയുന്നത് ആ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്ന അതിൻ്റെ അകത്ത് രാജവീതിയെക്കുറിച്ച് അതിൻ്റെ അകത്തൊരു വ്യാഖ്യാനമുണ്ട്, വേറെ ഈ പുസ്തകത്തിൽ വ്യാഖ്യാനമുണ്ട്. എനിക്കിപ്പോഴും മനസ്സിലാകാത്ത, ഇപ്പോഴും ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന, അന്നും ഇന്നും തർക്കമായിട്ടിരുന്ന കാര്യമുണ്ട്. എന്താ രാജവീതി, എന്താ ഗ്രാമവീതി? നമ്മുടെ ഇന്നത്തെ പോലത്തുള്ള പിന്നെ വരയിട്ട അരഞ്ഞാണം ഒടിപ്പിച്ച പിന്നെ റോഡൊന്നും വന്നില്ല. എല്ലാം ചെങ്കൽ പാതകളാണ്. ഇവിടെ 1920കളിലാണ് പിന്നെ പാലങ്ങൾ, വാട്സ്
ദിവാനായിരിക്കുന്ന സമയത്താണ് വരുന്നത്. അതൊക്കെ വേറെ കഥ. അപ്പോൾ അതിനു മുമ്പൊക്കെ ചെങ്കൽ പാതകളാണ്. ആ പാതകളിലൂടെ നടക്കാൻ ഏത് പട്ടിക്കും പൂച്ചയ്ക്കും ഏത് പൊന്നു മോനും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ഈഴവരെ തൊട്ട് താഴോട്ടുള്ളവർ അതിലേ നടക്കരുത്. പ്രത്യേകിച്ചും ഈ വൈക്കത്തെ അമ്പലത്തിൻ്റെ കരയിലൂടെ ഉള്ള നടുവിലൂടെയുള്ള ഈ ഇടയിലൂടെയുള്ള ചുറ്റുമുള്ള റോഡിലൂടെ നടക്കരുത് എന്ന് പറയും. അതിന് അയ്യങ്കാളിയുടെ ശൈലിയാണ് വേണ്ടിയിരുന്നത്. പക്ഷേ സത്യഗ്രഹം, സത്യാഗ്രഹം, സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള സമരം, അതിലൂടെ മാത്രം നേടുന്നതാണ് ശത്രുവിൻ്റെ മനസ്സിനെ അലിയിച്ച് ശത്രു അനുഭവിച്ചിരുന്ന അങ്ങനെ നേടിയെടുക്കുന്ന അവകാശത്തിനാണ് കൂടുതൽ രുചിയെന്ന് ഗാന്ധിജി പഠിപ്പിച്ചതുകൊണ്ടാണ് നമുക്കിതിന് 603 ദിവസം വരെ അടിച്ചു നീട്ടാൻ പറ്റും. ഞാൻ ചോദിക്കുന്നതല്ല, ഗ്രാമവീഥി എന്ന് പറഞ്ഞാൽ എന്താ? വൈക്കം അമ്പലത്തിൻ്റെ ചുറ്റുമുള്ളത് ഗ്രാമവീഥിയാണ്. ഗ്രാമവീഥി എന്ന് പറഞ്ഞാൽ ഏത് ഗ്രാമം? ബ്രാഹ്മണ ഗ്രാമം. അത് പറഞ്ഞിട്ടില്ല. ഗ്രാമവീഥി എന്ന് പറയുന്നത് ബ്രാഹ്മണന്മാർക്ക് മാത്രം നടക്കാനുള്ള ഗ്രാമം. അപ്പൊ രാജവീഥിയോ? കവടിയാർ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം റോഡ് ട്രിവാൻഡ്രത്തെ, അത് രാജവീഥിയില്ലേ? അവിടെയും നടന്നുകൂടാ. കാര്യം എന്താ? അത് രാജവീഥി. അപ്പൊ രാജാവിൻ്റെ വീതിയിലും കൂടെ നടന്നുകൂടാ, മറ്റേ അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള വീതിയിലും കൂടെ നടന്നുകൂടാ. പക്ഷെ അമ്പലത്തേക്കുള്ള പ്രസാദവും കാണിക്കുകയും മറ്റു കാര്യങ്ങളും ഒക്കെ വേണം. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ വിടുന്നു ഗ്രാമവീഥിയെയും, നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി വിടുന്നു ഗ്രാമവീഥിയെയും രാജവീഥിയെയും സംബന്ധിക്കുന്ന ന്യായ അന്യായങ്ങളും ലോജിക്കുകളും. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. കേരളത്തിൽ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റ് സാംസ്കാരിക സ്ഥാപനങ്ങളും ആശുപത്രികളും പൊതു കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എല്ലാം ന്യൂനപക്ഷ സ്ഥാപനങ്ങളാണ്. ഈ ന്യൂനപക്ഷം എങ്ങനെ? അതാണ് ബഹുഭൂരിപക്ഷം. ഈ ന്യൂനപക്ഷം എങ്ങനെ കേരളത്തിലുണ്ടായി? ആരായിരുന്നു കേരളീയർ? നമ്മുടെ ഇന്ത്യയുടെ ശരിക്കും പറഞ്ഞാൽ ആന്ത്രോപോളജിക്കൽ ജീനിയോളജിക്കൽ മ്യൂസിയം അതായിരുന്നു കേരളം. അവിടെ നോർത്ത് ഈസ്റ്റേൺ കേരളം എന്ന് പറയുന്ന നമ്മുടെ അട്ടപ്പാടിയും വയനാടും മലപ്പുറവും ഒക്കെ ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് ജീവിച്ചിരുന്ന പ്രോട്ടോ ഓസ്ട്രലോയിഡുകളും മെഡിറ്ററേനിയൻസും നീഗ്രോയിഡ്സും നിഗ്രിറ്റോസും ഒക്കെ ചേരുന്ന ആഫ്രിക്കയുടെ കിഴക്ക് തീരത്ത് നിന്ന് വർഷങ്ങളെടുത്ത് സഞ്ചരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ആളുകളാണ് കേരളത്തിൽ ആദ്യം ഉണ്ടായിരുന്നത്. അല്ല വേറെ ജാതികൾ ഈഴവരുൾപ്പെടെ ആരും ഒന്നും ഉണ്ടായിരുന്നില്ല. ജാതികളൊക്കെ പിന്നെ ഇറാനിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ഒരു വിഭാഗം എത്തിച്ചേർന്ന് അപ്പോഴാണ് പരശുരാമ ലെജൻഡ്. പരശുരാമൻ പിന്നെ അമ്പലം പണിതു, പിന്നെ ബ്രാഹ്മണ ഗ്രാമങ്ങൾ കൊണ്ടുവന്നു. ആ കഥകളൊക്കെ കേരള ചരിത്രത്തിൽ 10 കള്ളക്കഥകളൊന്ന് നമ്മുടെ ആരാധ്യനായ വന്ധ്യാവയോധികൻ MGS നാരായണൻ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച DC പ്രസിദ്ധീകരിച്ച പുസ്തകമുണ്ട്. അതെടുത്ത് വായിച്ചാൽ മതി. 10 കള്ളക്കഥകൾ. അതിൽ ഒന്നാമത്തെ കള്ളക്കഥയാണ് പരശുരാമ ലെജൻഡ് എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പൊ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ പരശുരാമ ലെജൻഡ് തൊട്ട് ദൈവങ്ങളുടെ തട്ടിപ്പ്, ദൈവങ്ങളുടെ പൊള്ളത്തരം, ഈശ്വര ആരാധനയിലൂടെ ഈ പുരോഹിത വർഗം നടത്തുന്ന തട്ടിപ്പ്, അതിലൂടെ ശബരിമലയായാലും മറ്റേത് മലയായാലും ജനങ്ങളെ അവരുടെ കാശിനെ, പിന്നെ 5 ദേവസ്വം ബോർഡുകളിലൂടെ, ഏത് ട്രാവൻകൂർ ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് തുടങ്ങി 5 ദേവസ്വം ബോർഡുകളിലൂടെ ഇവര് നടത്തുന്ന സോക്കാൾഡ് കൊള്ളരുതായ്മ, ജനത്തിന്റെ പൈസയാണ് അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകുന്നത്. അവിടുന്ന് പൈസ ഒന്നും എടുത്തുകൊണ്ട് ഇങ്ങ് വരുന്നില്ല. ഈ വർഗത്തെ ഇന്നും തീറ്റിപ്പോറ്റാൻ വേണ്ടി ജനം കൊടുത്തുകൊണ്ടിരിക്കുക ഈ ദേവസ്വം ബോർഡുകളിലൂടെ. ആ ദേവസ്വം ബോർഡുകൾ 5 ദേവസ്വം, സമയം തീർന്നു, ഞാൻ നിർത്തുന്നു. 5 ദേവസ്വം ബോർഡുകളും അവരുടെ അനന്തര സന്തത സഹചാരികളും ചേർന്ന്, പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ് മുഴുവിപ്പിക്കാതെ പോയ ഈ ന്യൂനപക്ഷങ്ങൾ, എങ്ങനെ ന്യൂനപക്ഷം ഉണ്ടായേ? ഈഴവ സമുദായത്തിൽ നിന്നും, മുഖ്യമായി ഈഴവ സമുദായത്തിൽ നിന്നും മറ്റു പിന്നോക്ക സമുദായങ്ങളിൽ നിന്നും ഇസ്ലാം മതവും ക്രിസ്തുമതവും വൻതോതിൽ സ്വീകരിച്ച ആളുകളാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ഉണ്ടാക്കി വെച്ചത്. അതുകൊണ്ടാണ് കേരളം ഇന്ന് 3 കോർണറായിട്ട് തിരിഞ്ഞിരിക്കുന്നത്. ഏതാ? ഹിന്ദു സമൂഹം, മുസ്ലിം സമൂഹം,
ക്രിസ്ത്യൻ സമൂഹം ഇതിന്റെ മുഴുവന്റെയും അടിസ്ഥാന കാരണം ഈ നമ്പൂതിരിമാരാണ്, പരദേശി നമ്പൂതിരിമാരാണ്. അവരാണ് ഈ സാമൂഹ്യ വ്യവസ്ഥ ഉണ്ടാക്കി വെച്ചത്. അത് 11-ാം നൂറ്റാണ്ട് മുതൽക്ക് ഉണ്ടാക്കി വെച്ചതാണ്. അതിനെതിരെ 1891 മലയാളി മെമ്മോറിയൽ തുടർന്നിങ്ങോട്ട് കുറേ മെമ്മോറിയലുകൾ ഞാനും സാറും കൂടെ പണ്ട് ഒരു പുസ്തകം എഴുതി, സിവിക് റൈറ്റ്സ് മൂവ്മെന്റ് ഇൻ ട്രാവൻകൂർ, പൗരസമത്വവാദം തിരുവിതാംകൂർ. അതിൻ്റെ അകത്തെല്ലാം വിസ്തരിച്ച് പ്രസ്താവിച്ചുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് സാർ ക്ഷമിക്കണം, ഞാൻ 2 മിനിറ്റ് കൂടുതൽ എടുത്തു. പ്രത്യേകിച്ചും കറണ്ട് പവർ കട്ട് വന്നപ്പോൾ എനിക്കൊരു ആശ്വാസമായി. ആ സമയം കൂടെ ഉപയോഗിച്ചു. സോറി ആൻഡ് താങ്ക് യു ഫോർ ഹാവിംഗ് ബീൻ ഹിയറിംഗ് ടു. ബഹുമാന്യനായ യോഗ അധ്യക്ഷൻ ഡോക്ടർ പി സത്യശീലൻ, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, ഞങ്ങളുടെയൊക്കെ ചിരകാല സുഹൃത്തായ ശ്രീ സോമരാജൻ സാധാരണ പറയാറുള്ള കാര്യമാണ് ക്ഷേത്രപ്രവേശന വിളംബരവും അതിൻ്റെ പ്രസക്തിയും. വളരെ വിശദമായിട്ട് അതിൻ്റെ നാനാ വശങ്ങളെപ്പറ്റി ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഞാനിത് വായിച്ചു കഴിഞ്ഞതാണ്. പ്രധാനമായിട്ടും വൈക്കം സത്യാഗ്രഹം സ്പീർ ഹെഡ് ചെയ്തത് ആരാണെന്നുള്ളതാണ്. അതിനെപ്പറ്റി ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. സത്യത്തിൽ പല കാര്യങ്ങളെപ്പറ്റിയും നമ്മൾ അജ്ഞരാണ്. ശ്രീ ടി.കെ. മാധവൻ ആയിരുന്നു അതിൻ്റെ മുന്നണി പോരാളി. അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ ആശയങ്ങളാണ് ഇങ്ങനൊരു സമരപരിപാടിക്ക് ഹേതുവായി തീർന്നത്. കാരണം രാഷ്ട്രീയമായ സംഘടിതമായ ശ്രമമില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ പറ്റില്ല എന്ന അവബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തിരുനെൽവേലിയിലും കാക്കിനാടായാലും ഒക്കെ ചെന്ന് മഹാത്മജിയുമായി സംസാരിക്കുകയും അയിത്തോച്ചാടനം കോൺഗ്രസിൻ്റെ ഒരു പോളിസിയായി അംഗീകരിക്കുകയും ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു അപ്പർ സൊസൈറ്റിയുടെ മാത്രം സംഘടനയായിരുന്നു. അതിനെ സാമാന്യ ജനങ്ങളിലേക്ക് കൊണ്ടുവന്നത് ഈ അയിത്തോച്ചാടനവും കൂടി കോൺഗ്രസിൻ്റെ ഒരു പോളിസിയായി അംഗീകരിച്ചതിൻ്റെ കൊണ്ട് മാത്രമാണെന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ശ്രീ ടി.കെ. മാധവനാണ്. ഇതിനകത്ത് വേറൊരു വിഷയമുള്ളത്, നമ്മൾ ധരിക്കും സവർണരെല്ലാം അവർണർക്കെതിരാണ്. അങ്ങനെയല്ല. സവർണറിലെ കുറേ പിന്തിരിപ്പന്മാർ മാത്രമേ ഇങ്ങനെയുള്ള ചിന്തയുള്ളവരുള്ളൂ. നല്ല വിഭാഗം ആളുകളും ഇവിടുത്തെ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകളായിരുന്നു. കെ പി കേശവമേനോൻ ഫോർ എക്സാമ്പിൾ, ചങ്ങനാശ്ശേരി പരമേശ്വരൻപിള്ള, മന്നത്ത് പത്മനാഭൻ, ഇങ്ങനെ പോകുന്നു ധാരാളം. കേരളത്തിലെ മഹാത്മജിയുടെ നിർദ്ദേശപ്രകാരം ഒരു സവർണ ജാഥ നടത്തിയതിനെ പറ്റി തന്നെ മന്നമായിരുന്നു നേതൃത്വം കൊടുത്തത്. ആ സവർണ ജാഥ കേരളത്തിലെ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ വരികയും സമാനമായി തെക്ക് നിന്നും വേറെ ജാഥ വരികയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ജാഥ ഉണ്ടായപ്പോഴത്തേക്ക് ഇത് കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും ആഗ്രഹമാണ്, അതല്ലാതെ ഇവിടുത്തെ അവർണരുടെ മാത്രം ആവശ്യമല്ല ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് ജനങ്ങൾക്കെല്ലാം ബോധ്യമായി. ഈ കാര്യത്തിൽ ശ്രീ ടി.കെ. മാധവൻ കാണിച്ച താല്പര്യവും സംഘടനാഭാവവും അംഗീകരിക്കപ്പെട്ടിട്ടില്ല പലപ്പോഴും. സത്യശീലൻ സാർ പറയുകയുണ്ടായി, നോർത്ത് ഇന്ത്യയിലെ കാര്യം പറയുകയുണ്ടായി. നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും ഈ അൺടച്ചബിലിറ്റി ഉണ്ട്. അതിന് കാരണം അവിടെ ഒരു ശ്രീനാരായണ ഗുരു ഉണ്ടായിട്ടില്ല. നമ്മൾ പറയാറുണ്ട് ഇന്ത്യയുടെ റിനൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാറാം മോഹൻ റോയ് ആണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം സതിയുടെ കാര്യത്തിൽ മേ ബി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ സാമൂഹ്യ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അദ്ദേഹം ആ രംഗത്തെ വന്നിട്ടില്ല. അപ്പം കേരളത്തിലെ ഒരു ദേശീയ നേതാവായി അംഗീകരിക്കപ്പെടേണ്ട വ്യക്തിയാണ് ടി.കെ. മാധവൻ. പക്ഷേ അതിനുള്ള താല്പര്യങ്ങൾ പലരും കാണിച്ചിട്ടില്ല. പലപ്പോഴും അച്ഛന്മാരെ അംഗീകരിക്കപ്പെടുന്നത് മക്കളുടെ ഒരു ശ്രമത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ ബാബു വിജയനാഥ് ഈ കാര്യത്തിൽ ഒരു താല്പര്യവും കാണിച്ചിരുന്നെങ്കിൽ ടി.കെ. മാധവൻ ഇന്ത്യയിലെ ദേശീയധാരയിലെ ഏറ്റവും അംഗീകാരമുള്ള നേതാവായി മാറുമായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടില്ല. അതിനുള്ള സംഘടനാ പാഠവും അതുപോലെ തന്നെ സഹനശക്തിയും വളരെ വലുതാണ്. അപ്പോൾ ഇവിടുത്തെ സവർണ വിഭാഗത്തെ കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് നടക്കുകയും ഈഴവർ ജാതിയാണല്ലോ കേരളത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്നും അതാണ് ജാതിയാണ്. ജാതിയും മതവുമാണ് കേരളത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം. സാറ് പറഞ്ഞതുപോലെ ഈ നമ്പൂതിരിമാരാണ് കേരളം സ്പോയിൽ ചെയ്തത്. നമ്പൂതിരിമാരെ കൊണ്ട് സഹികെട്ടിട്ടാണ് നമ്മുടെ ഈഴവരും താഴെയുള്ള ആളുകളും എല്ലാം ക്രിസ്ത്യാനിയും മുസ്ലിമുമായി തീർന്നത്.
പക്ഷേ ഇപ്പോൾ എന്തു പറ്റി? അതിൻ്റെ ഫലമായിട്ട് കേരളത്തിൽ ഒരു വർഗീയമായ സംഘർഷമാണുള്ളത്. എപ്പോഴും രാഷ്ട്രീയം വന്നു കഴിഞ്ഞാൽ ഇവിടെ ജാതിയാണ് ഏറ്റവും വലിയ ഘടകം, അല്ലാതെ വ്യക്തിയല്ല. ആ ജാതിക്ക് ഇത്രയും പ്രാധാന്യം കിട്ടാനുള്ള കാരണക്കാർ ഈ നമ്പൂതിരിമാർ പരദേശികളാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ആളുണ്ടല്ലോ, ശങ്കരാചാര്യർ ഈ അദ്വൈതം കൊണ്ടുവന്ന് അദ്ദേഹം വളരെ ദോഷം ചെയ്ത വ്യക്തിയാണ്. കേരളത്തിൽ ഹിന്ദുമതത്തിൻ്റെ പുനരുദ്ധാരണം ഉണ്ടായതോടെയാണ് നാശമുണ്ടായത്. അതുവരെ കേരളത്തിൽ ഉണ്ടായിരുന്നത് ബൗദ്ധ സംസ്കാരമായിരുന്നു. ആ ബൗദ്ധ സംസ്കാരമായിരുന്നപ്പോഴത്തേക്ക് ബുദ്ധൻ ആദ്യം തന്നെ പറഞ്ഞു, ഇന്ത്യയിൽ ആദ്യമായി ഈ വർണ്ണവിവേചനത്തിനെതിരായി സംസാരിച്ച വ്യക്തി ബുദ്ധനാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ആ ബുദ്ധനെ മാറ്റി നിർത്തുകയും അതിൻ്റെ പേരില്ല ഇവിടെ ഈ ഹിന്ദുസത്തിൻ്റെ റിവൈവൽ ഉണ്ടാകുകയും ചെയ്തതോടുകൂടിയാണ് കേരളത്തിലെ നാശം ആരംഭിച്ചത്. ശ്രീനാരായണ ഗുരു ഇതിനകത്ത് റോളിനെ പറ്റി പറഞ്ഞു. അദ്ദേഹം സാമ്പത്തികമായിട്ട് സഹായിച്ചിരുന്നതാണ് വാസ്തവം. അദ്ദേഹത്തിന് കിട്ടിയ കളക്ഷൻസിനകത്ത് വന്ന് 1000 രൂപ കൊടുക്കുന്നു, വീണ്ടും പറയുന്നു നിങ്ങൾ ഇനിയും സമാഹരിച്ചു കൊടുക്കണമെന്ന് പറയുന്നു. അപ്പോൾ സാമ്പത്തികമായ സഹകരണം കൂടി ഗുരുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം. അല്ലാതെ വെറുതെ നിങ്ങൾ സമരം നടത്തിക്കുമോ? അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ സത്യത്തിൽ ഈ പ്രസ്ഥാനത്തിന് അർഹിക്കുന്ന പ്രാധാന്യം കേരളത്തിലെ സമൂഹം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ചരിത്രം എപ്പോഴും ഉണ്ടല്ലോ, തമസ്കരിക്കപ്പെടുന്നതാണ്. ആരാണോ ചരിത്രം എഴുതുന്നത് ആ ആളിൻ്റെ താല്പര്യം അനുസരിച്ചായിരിക്കും ചരിത്രം എഴുതുന്നത്, അല്ലാതെ വസ്തുതാപരമായി എഴുതാറില്ല. ഡോക്ടർ സോമരാജൻ ഈ കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടി അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയിട്ട് ധാരാളം ഡോക്യുമെൻറ്റ്സ് എടുത്തിട്ടുണ്ട്. ആ ഡോക്യുമെൻറ്റ്സ് എടുത്തിട്ട് ജ്യോതിരാജ് പറഞ്ഞതുപോലെ ഇത് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അഖില ഇന്ത്യ അടിസ്ഥാനത്തിൽ ഈ പുസ്തകത്തിന് അംഗീകാരം കിട്ടും. കാരണം നമ്മൾ ചെയ്യുന്നത് ഈ ചെറിയ കേരളത്തിൽ മാത്രം നിൽക്കാൻ പാടുള്ളതല്ല. ഈ ഒരു ചിന്താഗതികൾ ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ടായിട്ടില്ല, കേരളത്തിലും ഉണ്ടല്ലോ. ശബരിമല അമ്പലത്തിലെ പൂജാരി ആരാ? ഇവിടെ ദേവസ്വം ബോർഡ് ഉണ്ടല്ലോ, എംപ്ലോയീസ് ആരാണ്? ആരുടെ പൈസയാണ്? അപ്പോൾ ദേവസ്വം ബോർഡിൽ ഇപ്പോഴും നടത്തുന്ന ആരാണ്? അവിടെയും വർണ്ണവിവേചനമാണ്. ശബരിമലയാണെങ്കിൽ സത്യത്തിൽ ഹിന്ദുക്കളുടെ ക്ഷേത്രമല്ല. കാരണം നമ്മുടെ അയ്യപ്പനെ പറ്റി പറഞ്ഞെന്താണ്? അയ്യപ്പൻ ഒരു ഹിന്ദു ദൈവമല്ല. ഞാൻ പറയാൻ കാരണം, ഞങ്ങളുടെ കുടുംബ വീട്ടിൽ ഒരു ചെറിയ അമ്പലമുണ്ട്. അതിൻ്റെ പേര് അയ്യപ്പൻ്റെ പേരിലാണ്. അയ്യപ്പൻ പയ്യനായിരുന്ന കാലത്ത് ആ വീടും ഈ പന്തളവുമായിട്ട് 5 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. അവിടെ വരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ കാലത്ത് അയ്യപ്പൻ്റെ പേരിൽ ഒരു ചെറിയ അമ്പലം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. കാരണം അൺടച്ചബിലിറ്റി ഒന്നും ഇല്ലായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇതെല്ലാം ഉണ്ടായത്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോഴും ശബരിമലയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കുറേ പരദേശി ബ്രാഹ്മണന്മാരാണ്. നമ്മളെല്ലാം പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നു. ഇപ്പോഴും തീരുമാനിക്കുന്ന ആരാണ്? കണ്ഠരര്. അവരെടുത്തുകാരാ? ആന്ധ്രാക്കാരോ? അപ്പം കേരളത്തിലെ ആളുകളല്ല അവർ. അപ്പോൾ ഇപ്പോഴും എന്തുകൊണ്ട് ഒരു ഈഴവൻ അല്ല ഒരു പുലയൻ അല്ലെങ്കിൽ ഒരു പറയൻ അവിടെ പൂജയ്ക്ക് പോകാൻ പറ്റുന്നില്ല? അപ്പോൾ ഇന്ന് കേരളത്തിൽ ഇപ്പോഴും അൺടച്ചബിലിറ്റി ഉണ്ട്, സംശയിക്കേണ്ട കാര്യമേ ഇല്ല. തമിഴ്നാട്ടിലാണെങ്കിൽ പല അമ്പലങ്ങളിലും കയറാൻ പറ്റത്തില്ല. ഇതൊക്കെ വാസ്തവങ്ങളാണ്. എന്തായാലും വേണ്ടില്ല, ശ്രീ സോമരാജൻ ബുദ്ധിമുട്ടി എഴുതിയ പുസ്തകം വ്യക്തമായിട്ട് എന്താണ് നടന്നത്. അത് വേറെ കാര്യം പ്രത്യേകം പറയാനുണ്ട്. കൂടുതൽ സംസാരിക്കുന്നതിനെ പറ്റി പറഞ്ഞു. എൻ കുമാരൻ്റെ പ്രജാസഭയിലെ പ്രസംഗം എത്ര പേജാണ്? ഇത്രയും ആർട്ടിക്കുലേറ്റായിട്ട് ഒരു മീറ്റിങ്ങിൽ പ്രസംഗിക്കുവാൻ കഴിവുള്ള ആളുകൾ ഇന്ന് കേരളത്തിലുണ്ടോ? ആ മീറ്റിങ്ങിൽ എത്ര ഗംഭീരമായ രീതിയിലാണ് അദ്ദേഹം ഓരോ ആർഗ്യുമെൻറ്റ് പ്രസൻറ്റ് ചെയ്തേക്കുന്നത് എൻ കുമാരൻ. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ബഹുമാനനായ ഡോക്ടർ പൽപ്പുവിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ആണ് ഇരുന്ന് കമ്പ് മുറിച്ചത്. ആ ഒറ്റ വോട്ടിലാണ് കുഴപ്പമുണ്ടായത്. സഹകരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു മുസ്ലിമും ഒരു ക്രിസ്ത്യാനിയും അവസാനം നമ്മുടെ തന്നെ കൂട്ടത്തിൽപ്പെട്ട പരമേശ്വരൻ അല്ലേ, പരമേശ്വരനും ആ മീറ്റിങ്ങിലാണ് നമുക്കെതിരായിട്ട് വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് നമ്മുടെ ഇത് പരാജയപ്പെട്ടത്. അതുകൊണ്ടാണ് അമ്മ മഹാറാണി പറഞ്ഞത് എന്താണ്? പാസ്സായില്ലല്ലോ, പ്രജാസഭയിൽ പാസ്സായില്ലല്ലോ.
അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് പാസ്സായിരുന്നെങ്കിൽ അവർക്കൊരു മാൻഡേറ്റ് ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. അപ്പോൾ അവരൊഴിഞ്ഞു മാറി. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കുഴി തോണ്ടിയത് നമ്മൾ തന്നെയാണ് എന്ന വാസ്തവമാണുള്ളത്. ഇന്നും അങ്ങനെ തന്നെയാണ് പോകുന്ന കാര്യങ്ങൾ. രാഷ്ട്രീയ ബോധം ഇപ്പോഴും നമുക്കില്ല എന്നുള്ള വാസ്തവമാണ്. എന്തായാലും ഈ പുസ്തകം വളരെയധികം നന്നായിരിക്കുന്നു. ഞാൻ ഭംഗിയായി 2-3 ദിവസം ഇരുന്ന് മുഴുവൻ വായിച്ചു. സോമരായൻ്റെ ചിന്താഗതി എനിക്ക് നേരത്തെ അറിയാവുന്നതായതുകൊണ്ടും ഇതിനകത്ത് എഴുതിക്കുന്ന കാര്യങ്ങളൊക്കെ വസ്തുതാപരമായതുകൊണ്ടും വളരെ നന്നായിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ താമസം ഉണ്ടാകേണ്ടതും ആവശ്യമാണ്. താങ്ക് യു. ബഹുമാന്യനായ അധ്യക്ഷൻ ഡോക്ടർ പി സത്യശീലൻ സാർ അവരുടെ, നമ്മുടെ മീറ്റിങ്ങിൽ ഉള്ള വിശിഷ്ടാതിഥികളെ, പ്രിയമുള്ളവരെ, സാറ് പറഞ്ഞ പോലെ സോമരായൻ സാറ് നമ്മുടെ കയ്യിലൊരു പുസ്തകം നിന്നിട്ട് അത് വായിക്കണമെന്ന്, അത് മനസ്സിലാക്കിയിരിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ അതിന് എതിരഭിപ്രായമില്ല. ഞാനും വായിച്ചു. വളരെ വിശദമായി വളരെ ആധികാരിക ഗ്രന്ഥങ്ങൾ എല്ലാം റെഫർ ചെയ്ത് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അതിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ സമൂഹത്തിൽ ഒരു കാലഘട്ടത്തിൽ നടന്ന സത്യമായിട്ടുള്ള വിവരണവുമാണ്. ഞാൻ ഇതിനെപ്പറ്റി വിശദമായിട്ടിപ്പോൾ സംസാരിക്കേണ്ട കാര്യം അതിനെപ്പറ്റി തന്നെ ശിവദാസൻ സാറുമൊക്കെ ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. ഇതിൽ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത, ഈ സമരകാല 603 ദിവസം നമ്മുടെ നാട്ടിലെ പല വ്യക്തികളും ഇതിനകത്ത് പങ്കെടുത്തു. നാനാജാതി ആളുകൾ ഇതിനകത്ത് പങ്കെടുത്തു. അവരെല്ലാം അവരുടേതായ ആത്മാർത്ഥമായ സഹകരണം ഈ പ്രസ്ഥാനം, ഈ വഴി നടക്കാനുള്ള അവകാശവും അതിന് തുടർന്ന് നമുക്ക് കിട്ടിയ ക്ഷേത്രപ്രവേശനവും ഒക്കെ നടക്കണമെന്ന ഉള്ള ചിന്താഗതി ഉള്ളവരായിരുന്നു. അവരുടെ എല്ലാം നല്ല മനസ്സിന് നമുക്ക് ഈ സമയത്തും നന്ദിയോടെ സ്മരിക്കേണ്ടിയിരിക്കുന്നു. ഈ സമര കാലഘട്ടങ്ങളിൽ ഇതിൽ ഉണ്ടായിരുന്ന ഗാന്ധിജി ഇവിടെ വന്നു, അദ്ദേഹം ഇതിനകത്ത് ഇടപെട്ടു. പക്ഷേ ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഇതിനകത്തുള്ള ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്, ഒരു സമരം നടക്കുമ്പോൾ ജനങ്ങളുടെ മൊത്തം അംഗീകാരം ആ സമരത്തിന് ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു സമരത്തിന് മാത്രമല്ല, അന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരുന്ന ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ സമരത്തിലൂടെ ഏറ്റവും കൂടുതൽ അനുഗ്രഹം ഉണ്ടായിട്ടുള്ളത്. കാര്യം നേരത്തെ അതിൽ തന്നെ പറയുന്നത്, കോൺഗ്രസ്സുകാർ ആ കാലഘട്ടത്തിൽ ഒരു കുറച്ച് ആൾക്കാർ മാത്രമേ അതിനോടുള്ള വരേണ്യ വർഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമേ കോൺഗ്രസുമായിട്ട് ഇടപഴകിയിരുന്നുള്ളൂ. പക്ഷേ ഈ പ്രസ്ഥാനമായിട്ടിത് ഇടപഴകിപ്പോൾ ഈ ടി കെ മാധവൻ്റെ നേതൃത്വത്തിലുള്ള ആ ഇടപെടലും അതുപോലെ തന്നെ സമുദായത്തിൽ നിന്നുള്ള ഇടപെടലുകളും ടി കെ മാധവനെ അറസ്റ്റ് ചെയ്തപ്പോൾ പെട്ടെന്നുണ്ടായ ചേതോവിഹാരവും ഒക്കെ യഥാർത്ഥത്തിൽ സഹായിച്ചത് ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തിനെയാണ്. സ്വാതന്ത്ര്യ സമരത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് സമരത്തിനും അതിന് പിൻബലമെന്ന് പറയുന്നത് ഇവിടുത്തെ സമൂഹത്തിൻ്റെ അംഗീകാരവും ഇവിടെ അതിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുടെ ആൾബലമാണ്. ഇത് ശശികുമാർ സാർ പറഞ്ഞ പോലെ എല്ലാ വിഭാഗത്തിലുമുള്ള ആൾക്കാർ എന്നുവെച്ചാൽ സവർണരും അവർണരും ഒക്കെ ഈ ഒരു സമരത്തിന് അനുകൂലമായി വന്നപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റായത് കോൺഗ്രസും അന്നത്തെ സ്വാതന്ത്ര്യ സമരത്തിനുമാണെന്നുള്ളതാണ് സത്യമായി വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞപ്പോൾ അതുവരെ ഒരുവിധം ഈ വളരെ ലഘുവായിട്ട് പോയിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ വളരെ അത്രയും തീവ്രമായിട്ട് ഉള്ള ഇടപെടലില്ലാത്ത രാഷ്ട്രീയത്തിൽ കൂടുതൽ ആളുകൾ ഇടപെടാനും കൂടുതൽ ആളുകൾ അതിൽ പങ്കുചേരാനും ഇടയായി എന്നുള്ളൊരു വാസ്തവമാണ്. ഏതായാലും ഞാൻ ഈ പുസ്തകത്തെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് ഡോക്ടർ സോമരായൻ ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ സാമൂഹ്യ അതുപോലെ സാധാരണഗതിയിൽ ഡോക്ടർ ജഗതിരാജ് പറഞ്ഞതുപോലെ ഞാൻ ചരിത്രത്തിന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വലിയ താല്പര്യമൊന്നും പ്രകടിപ്പിച്ചിട്ടുള്ള ആളല്ല. പിന്നെയും അതിനുള്ള സാഹചര്യമുണ്ടല്ല. പക്ഷേ കാലക്രമേണ പല ചരിത്രം
പഠിക്കുന്നതിനുള്ള താല്പര്യം എനിക്ക് വളരെയേറെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ചരിത്രകാരന്മാരെ പറ്റി ഒഴിച്ചുള്ളതെന്ന് വെച്ചോളൂ. ഈ ചരിത്രകാരന്മാരെ പറ്റി ഒരു പൊതുവെയുള്ള അഭിപ്രായമാണ് നമ്മളിപ്പോൾ ജഗതിരാജൻ സാറും ഒക്കെ ഇവിടെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. കാര്യം എന്ന് വെച്ചാൽ ചരിത്രം സത്യസന്ധമായി പ്രചരിപ്പിക്കാതെ അസത്യമായിട്ടുള്ള കാര്യങ്ങൾ ആ കാലത്തിനനുസരണമായി, ഇപ്പോൾ ഒരു രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് രാജാവിനെ പറ്റി പ്രവചിച്ചുകൊണ്ട് ചരിത്രം എഴുതുകയുള്ളൂ, അല്ലാതെ അങ്ങാരി ചെയ്ത വ്യക്തികളെ പറ്റി ആരും അറിയത്തില്ല. അപ്പം അതികണക്കുള്ള ഞാൻ പറഞ്ഞ വൃത്തികൾ പ്രേരിപ്പിക്കണമെന്നുള്ളതല്ല, സത്യസന്ധമായിട്ട് അവശത അനുഭവിക്കുന്ന അല്ലെങ്കിൽ അനീതിയെ പറ്റിയോ അന്ന് അതിൽ ചരിത്രകാരന്മാർക്ക് പോയിന്റ് ഔട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ആവശ്യമായ കാര്യമാണ്. അപ്പം ഒരു കാലത്തിൽ ഇപ്പോൾ ഇംഗ്ലണ്ടിലെ ചരിത്രമൊക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ കാലത്തിൽ എഴുതിയിട്ടുള്ളതെല്ലാം അത് ഭരണകർത്താക്കൾക്ക് അനുകൂലമായിട്ടുള്ളതാണ്. അവരെന്ത് വൃത്തികേട് കാണിച്ചാലും അതിനെ അനുകൂലിക്കുന്ന ചരിത്രമാണ് അന്ന് എഴുതിയിട്ടുള്ളത്. കാലക്രമേണ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാകാം, എങ്കിൽ പോലും അത് ആ ഒരു ഒരു രീതിയാണ് ചരിത്ര രേഖപ്പെടുത്തുന്നതിൽ ഉള്ള ഒരു അനീതി എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. കൂടുതൽ ഞാൻ ഈ കാര്യങ്ങൾ കടക്കുന്നില്ല. നമ്മുടെ സോമരാജൻ സാറ് കാണിച്ച ഈ ആശയം വളരെ കാര്യമായിട്ടുള്ളതാണ്. എനിക്ക് സത്യശേഖരൻ സാറ് പറഞ്ഞ കണക്ക് എനിക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ സാധാരണ അമ്പലങ്ങളിലൊന്നും അധികം പോകുന്നക്കാരനല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തു നിൽക്കുകയും വൈഫും കുഞ്ഞുമായിട്ട് ഒരു അമ്പലത്തിൽ പെരുങ്കുളം, അതായത് ആലത്തൂർ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അമ്പലത്തിൽ കയറി പോവുകയും ചെയ്തു. പോയി കയറിയപ്പോൾ അവിടുത്തെ അന്തേവാസിയാണെന്ന് എന്നോട് വന്ന് ചോദിച്ചു. എൻ്റെ വൈഫിൻ്റെ അടുത്ത് ചോദിച്ചു, അമ്പലവാസികളായിരിക്കും, തമിഴിലാണ് സംസാരിച്ചത്, അമ്പലവാസികളാ നിങ്ങൾ? അപ്പോൾ അയാൾ എന്ത് അമ്പലവാസി എന്ന് പോലും അറിയത്തില്ല. അപ്പോൾ അയാൾ പറഞ്ഞ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ പറഞ്ഞ് അത് ഇവിടെ അമ്പലവാസികൾക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഇത് 1975-76 കാലഘട്ടത്തിലാണ് നിർത്തുള്ളൂ. അപ്പോൾ പറഞ്ഞപ്പോൾ അവർ ഉടനെ തന്നെ അപ്പോൾ അയാൾ പറഞ്ഞു, അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ അവരിഞ്ഞ് പറഞ്ഞു വിട്ടേരെന്ന് പറഞ്ഞു. അപ്പോൾ അവരിഞ്ഞ് വന്നു അവർ പറഞ്ഞത് അവർ ഇവിടെ കയറിക്കൂടും, അവരുടെ ആചാരമാണ്, നമുക്കൊരു വിരോധമില്ല. പക്ഷേ ഉടനെ തന്നെ അയാൾ വിളിച്ചു തുടങ്ങിയത്, തിരിയാതവരുങ്ങളെ പുണ്യാഹം ചെയ്തുങ്ങളോ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഇതാണ്. അപ്പോൾ പിന്നെ ആ പൊട്ടന്മാർ എൻ്റെ മുറി കറങ്ങി സമ്മതിച്ചിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ അവരല്ല, അത് കണക്കുള്ള ആളുകൾ വന്നപ്പോഴും എൻ്റെ അധികാരം വെച്ച് ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ ഇപ്പോഴും എന്നാൽ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റം അനുഭവിക്കുന്ന ആളുകളാണ്. പട്ടന്മാരുടെ ലാൻഡെല്ലാം പോയി അവർ വളരെ പോവർട്ടിയിൽ കഴിയുന്ന സ്ഥലമാണ് അവിടെ. എന്നിട്ട് പോലും ഈ പറഞ്ഞ കണക്കുള്ള ഒരു മനോഭാവമാണ് അവരിലുണ്ടായിരുന്നത്. ഞാൻ ഇത് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. സോമരാജൻ സാറ് കാണിച്ച ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിന് എന്നും, അതുപോലെ തന്നെ സാറ് ഇതിൻ്റെ ഇത് ഇംഗ്ലീഷ് പതിപ്പുണ്ടാക്കണം. കാര്യം അതിൽ ഞാൻ പറയുന്ന പ്രത്യേകമായിട്ട് ഇതുകൊണ്ടുണ്ടായ രാഷ്ട്രത്തിനുണ്ടായ ഈ സമരം കൊണ്ട് രാഷ്ട്രത്തിനുണ്ടായ നേട്ടം എന്താണെന്ന്, അതായത് പൊതുജനങ്ങളെ ഈ കേരളത്തിനെ സംബന്ധിച്ചോളം എന്താണ് എന്നുള്ളത് കൂടെ ഇതിനകത്ത് പോയിന്റ് ഔട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാവിധ ആശംസകളും നേർന്നുമാണ് എൻ്റെ വാക്കുകൾ ചേർക്കുന്നു. നന്ദി. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ആദരണീയനായ ഡോക്ടർ പി സത്യശീലൻ സാർ, ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ച ഗ്രന്ഥകർത്താവ് കൂടിയായ ഡോക്ടർ CN സോമരാജൻ സാർ, ഈ പുസ്തകം പ്രകാശനം ചെയ്ത ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ VP ജഗതിരാജ്, എൻ്റെ പ്രിയ സുഹൃത്തും ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ പ്രൊഫസറുമായ ശിവദാസ് സാർ, എൻ്റെ പ്രിൻസിപ്പൽ കൂടിയായിരുന്ന ഇവിടുത്തെ പോയ ശശികുമാർ സാർ, ശ്രീ ML അനിധരൻ, കൃതജ്ഞ പറയുന്ന ശ്രീ ശിവപ്രസാദ്, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ പുസ്തകത്തിൻ്റെ പ്രസാധകരുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്കാണ് ഞാനിവിടെ നിൽക്കുന്നത്. സോമരാജൻ സാറിൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ് കലാപൂർണ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്നത്. ഒന്ന് നാരായണ ഗുരുവിനെ കുറിച്ചുള്ളതായിരുന്നു. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള പുസ്തകം അദ്ദേഹം എന്നെ ഏൽപ്പിക്കുകയും അത്
അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാകാം ഒരുപക്ഷെ ഈ കൊല്ലത്ത് നിന്ന് മറ്റ് പല പ്രസിദ്ധീകരണങ്ങളും സങ്കീർത്തനം പോലെ തുടങ്ങിയതായ പല പ്രസിദ്ധീകരണങ്ങളും ഉള്ള ഈ കൊല്ലത്ത് നിന്ന് വർക്കലയിൽ വന്ന് ഈ പ്രസിദ്ധീകരണം എന്നെ ഏൽപ്പിച്ചത്. അതിൻ്റെ മാനുസ്ക്രിപ്റ്റാണ് സാറിൻ്റെ തന്നത്. അതാണ് ഈ പുസ്തക രൂപത്തിലാക്കി സാറിന് ഞാൻ കയ്യിൽ തിരിച്ചു കൊടുത്തത്. അപ്പോൾ സ്വാഭാവികമായും ആ പുസ്തകത്തിൻ്റെ A to Z വായിക്കുവാൻ ഞാൻ നിർബന്ധിതനായി. ഞാനൊരു ചരിത്രാധ്യാപകനല്ല, രാഷ്ട്ര മീമാംസ അധ്യാപകനുമല്ല, മലയാളം അധ്യാപകനായിരുന്നു. ഒരു സാഹിത്യ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ മാത്രമേ എനിക്ക് ഈ പുസ്തകത്തെക്കുറിച്ച് പറയുവാൻ കഴിയുകയുള്ളൂ. കാരണം ഇവിടെ ഇരിക്കുന്നത് ചരിത്രകാരും രാഷ്ട്ര മീമാംസ പണ്ഡിതരുമാണ്. അവരുടെ മുൻപിൽ ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ അതിൻ്റെ സാഹിത്യവശം പറഞ്ഞിട്ട് കാര്യമില്ല, സാഹിത്യാംശം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ നിലയിൽ സംസാരിക്കുവാൻ എനിക്ക് കഴിയില്ല. പക്ഷേ ഈ പുസ്തകത്തിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ ആദ്യം എന്നിലുണ്ടായ ചിന്ത, ഇപ്പോൾ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട്. പുസ്തകങ്ങളായും സൊവനീറുകളായും മറ്റ് പല ലേഖനങ്ങളിലൂടെയും ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെയും ഒക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നെയും ഇത്തരം കൃതികളെക്കുറിച്ച് തന്നെ വീണ്ടും പഠനങ്ങൾ നടക്കുകയും അത് പുസ്തക രൂപത്തിലാക്കി പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്യുന്നതിൻ്റെ പ്രസക്തി എന്ത് എന്നുള്ള ഒരു ചോദ്യം എൻ്റെ മുന്നിൽ ഉദിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നി കിട്ടിയ അതിനൊരു മറുപടി, ഈ പുസ്തകം വായിച്ചപ്പോൾ കിട്ടിയൊരു മറുപടി, വാസ്തവത്തിൽ നമ്മളെന്ന് പറയുമ്പോൾ ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന ഈ സമൂഹം, ഈ തലമുറ, നമ്മൾ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നൊരു ചിന്ത വളർന്നു വരുന്ന തലമുറയിലേക്കൊന്ന് ജനിപ്പിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഈ സമൂഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി തീർക്കുവാൻ പര്യാപ്തമായി തീരും എന്നാണ് ഈ പുസ്തക വായനയിലൂടെ എനിക്ക് മനസ്സിലായ ഒരു സംഗതി. കാരണം പല കാര്യങ്ങളും ഇപ്പം ചരിത്രത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു ലക്കം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അത് അയ്യങ്കാളി പതിപ്പായിരുന്നു. ആ അയ്യങ്കാളി പതിപ്പിൽ ഏകദേശം 3-4 ലേഖനങ്ങൾ അയ്യങ്കാളിയെക്കുറിച്ച് ഉള്ള ലേഖനങ്ങളാണ്. പക്ഷെ ആ ലേഖനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴൊക്കെ തന്നെ പല സ്ഥലങ്ങളിലും കഴിഞ്ഞുപോയ ചരിത്രത്തെ തമസ്കരിക്കുവാനും ആ ചരിത്ര സംഭവങ്ങളെ ഇകഴ്ത്തുവാനും അതിനെ എങ്ങനെയെല്ലാം വഴിതെറ്റിച്ചുകൊണ്ട് പോകാനും സാധിക്കുമോ അങ്ങനെയുള്ളതായ പല ദുസ്സൂചനകളോട് കൊടുത്തുകൊണ്ടാണ് പുതിയ ചരിത്രകാരന്മാരെല്ലാവരും തന്നെ ഈ പഴയ സംഭവങ്ങളെക്കുറിച്ച് പലപ്പോഴും ലേഖനങ്ങൾ എഴുതാറുള്ളത്. കുറച്ച് നാൾക്ക് മുൻപ് ഞാൻ ഡോക്ടർ B. അശോകൻ്റെ ഒരു ലേഖനം വായിച്ചപ്പോൾ ആ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ കേരളത്തിൽ ഇന്ന് മാതൃഭൂമിയിൽ എത്രയോ വർഷമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ചരിത്രകാരനാണ് ശ്രീ രാമചന്ദ്ര ഗുഹ. ഇപ്പോഴും എഴുതുന്നുണ്ട്, എല്ലാ ലക്കത്തിലും എഴുതുന്നുണ്ട്. ആ രാമചന്ദ്ര ഗുഹ തൻ്റെ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന് പറയുന്ന പുസ്തകത്തിൽ ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നറിയാമോ? താഴ്ന്ന ജാതിയിൽപ്പെട്ട ഈഴവ സമുദായത്തിൽപ്പെട്ട ചെത്തുകാരുടെ നേതാവ് എന്നാണ് നാരായണ ഗുരുവിനോട് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ വാക്കാണ് പ്രയോഗിച്ചിരിക്കുന്നത്, ചെത്തുകാരുടെ നേതാവ്. ഏത് കാര്യത്തിന് വേണ്ടിയാണോ ഗുരുദേവൻ നിലകൊണ്ടത് അതിന് നേരെ വിപരീതമായ രീതിയിൽ ഗുരുദേവനെ മറ്റുള്ളവരുടെ മുൻപിൽ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുവാനുള്ള ഒരു ത്വര, ഒരു വ്യഗ്രത. അത് വലിയ ചരിത്രകാരന്മാർ, എനിക്കൊന്നും ഒരു പക്ഷേ MGS ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിൽ നിന്ന് മോചിതരല്ല. ഇവരൊക്കെ കാണിക്കുന്നത് തന്നെയാണ്. അപ്പം നമ്മുടെ ഈ അറിയപ്പെടുന്ന ചരിത്രകാരന്മാർ അവർ രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്രങ്ങൾ മുഴുവനും തന്നെ നമ്മുടെ വരുന്ന തലമുറയെ എങ്ങനെയൊക്കെ ഇതിൽ നിന്നും വ്യതിചലിപ്പിച്ച് വഴിതെറ്റിച്ച് അതല്ല ഇതാണ് സത്യം എന്ന് വരുത്തി തീർക്കുവാനുള്ളതായ ഒരു ശ്രമം ഈ ചരിത്ര രചനാ രംഗത്ത് ഏകദേശം സാർവത്രികമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വ്യാജ പ്രചാരണവും വ്യാജ രചനകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇത്തരം പുസ്തകങ്ങളുടെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന് ഏറ്റവും കൂടുതൽ വിലങ്ങ് നേടിയിട്ടുള്ളത് ഇന്ത്യൻ തുരുത്തിമനയാണ്. ആ ഇന്ത്യൻ തുരുത്തിമനയിലെ നമ്പൂതിരി ഗാന്ധിജിക്ക് അദ്ദേഹത്തെ കാണണമെന്ന് പറഞ്ഞപ്പോൾ നമ്പൂതിരി പറഞ്ഞ മറുപടി എന്താണ്? ഗാന്ധിജി വേണമെങ്കിൽ എൻ്റെ അടുത്ത് ഒന്ന് കാണണം,
ഞാൻ അങ്ങോട്ട് പോകില്ല. അപ്പൊ ഗാന്ധിജി വിചാരിച്ചു മമ്മദ് മലയുടെ അടുത്ത് വന്നില്ല, പിന്നെ മല മമ്മദിന്റെ അടുത്തേക്ക് പോവുക, അങ്ങനെ തന്നെ ആകട്ടെ. ഗാന്ധിജി അങ്ങോട്ടേക്ക് ചെന്നു. പക്ഷെ ഗാന്ധിജിയെ ആ ഇല്ലത്തിനകത്ത് കാലുകുത്താൻ അനുവദിച്ചില്ല. പുറത്ത് ഒരു ചെറിയ തട്ടുപന്തലിട്ടിട്ട് ആ തട്ടുപന്തലിരുത്തിയാണ് ഗാന്ധിജിയുമായിട്ട് സംഭാഷണം നടത്തിയത്. ആ സംഭാഷണം സാർ ഫുൾ ടെക്സ്റ്റ് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതേ ഗാന്ധിജിക്ക് കേരളത്തിലുണ്ടായ മറ്റൊരു അനുഭവം സാർ പറയുന്നുണ്ട്. അത് ഈ വൈക്കം സത്യാഗ്രഹത്തിന് ശേഷമാണ്. 1927 പാലക്കാട്ട് ഇല്ലിശ്ശേരി മനയിൽ ഒരു നമ്പൂതിരി, എന്താണ്, ചന്ദ്രശേഖര സരസ്വതികൾ, കാഞ്ചി കാമക്കോടി ചന്ദ്രശേഖര സരസ്വതികൾ, ഇവർക്ക് വലിയ പേരുകളാണല്ലോ. കാഞ്ചി കാമകോടി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഭയങ്കര പേരായിപ്പോയി. കാഞ്ചി കാമകോടി ചന്ദ്രശേഖര സരസ്വതികളുടെ ഇല്ലത്തേക്ക് ഗാന്ധിജി അദ്ദേഹത്തെ ഒന്ന് കാണാനായിട്ട് പോയി. 1927 വൈക്കം സത്യാഗ്രഹമെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള തൊഴുത്തിൽ ഒരു കസേര ഇട്ട് കൊടുത്ത് ആ കസേരയിൽ ഇരുത്തിയാണ് സംസാരിക്കുവാൻ ആ നമ്പൂതിരി തയ്യാറായത്, ഗാന്ധിജി. അപ്പൊ ഗാന്ധിജി പറഞ്ഞു, വേണ്ട, ഞാനിവിടെ നിലത്തിരുന്നുകൊള്ളാം. അപ്പൊ നമ്പൂതിരി പറഞ്ഞു, ശരി, അങ്ങനെങ്കിൽ അങ്ങനെ. ഗാന്ധിജി നിലത്തിരുന്നു, നമ്പൂതിരി കസേരയിലിരുന്നു. ഇതും ഈ പുസ്തകത്തിൽ സാറ് പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ ഇത് നമ്മുടെ പുതിയ തലമുറ വായിക്കേണ്ടുന്ന വിഷയമാണ്. ഞാനതിന് മറ്റു ചരിത്രത്തിനൊന്നും പോകുന്നില്ല. എന്തായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഈ കേരളത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥിതി? നേരത്തെ സാർ അയ്യങ്കാളിയെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെയാണ് നമ്മൾ അയ്യങ്കാളിയെ കണ്ടുപഠിക്കണമെന്ന് ഞാൻ പറയുന്നത്. അയ്യങ്കാളി ഒരു പുതിയ കുട്ടിയെ സർക്കാർ ഉത്തരവുമായിട്ട് ഒരു സ്കൂളിൽ ചേർക്കാൻ ചെന്നപ്പോൾ ആ സ്കൂള് അവിടുത്തെ ജാതി ഹിന്ദുക്കൾ തീവച്ച് നശിപ്പിച്ചു എന്നുള്ളതാണ്. ആ കുട്ടിയെ ചേർത്തില്ല എന്ന് മാത്രമല്ല, ആ സ്കൂള് തീവച്ച് നശിപ്പിക്കുകയുണ്ടായി. അത്രയും തീവ്രമായപ്പോൾ അയ്യങ്കാളി എന്താ ചെയ്തെന്നറിയാമോ? എങ്കിൽ ശരി, ഈ ജാതി ഹിന്ദുക്കളുടെ പാടത്തിന് ഒരു പുലയനും പണിയെടുക്കില്ല എന്ന് പ്രതിജ്ഞ എടുക്കുവാനും 1 വർഷക്കാലം ഒരു പുലയനും ആ പാടത്ത് പണിയെടുക്കുവാൻ ഇറങ്ങാതിരിക്കുകയും ചെയ്തപ്പോൾ ഈ ജാതി ഹിന്ദുക്കൾ പഠിച്ച് പിന്മാറേണ്ടി വന്നു. അടിക്ക് അടി കൊണ്ടല്ലാതെ വേറെ മാർഗമില്ല. അവിടെയാണ് നേരത്തെ സാറ് പറഞ്ഞ ഗാന്ധിജിയുടെ ഈ വിനീതഭാവം. നേരത്തെ സാറ് ഗാന്ധിജിയുടെ ആ വിനയഭാവത്തെ ആ ഒരു ഉദാഹരണം പങ്കെടുത്തത് കൊണ്ടാണ് ഞാൻ ഇല്ലിശ്ശേരി നമ്പൂതിരിയുടെ കാര്യം പറഞ്ഞത്. ഇതാണ് നമ്മുടെ ചരിത്രം എന്ന് പറയുന്നത്. ഇതിനകത്ത് എൻ കുമാരന്റെ പ്രമേയം എടുത്തു കൊടുത്തിട്ടുണ്ട്. 21 പേജാണത്. 21 പേജാണ് ആ നിയമസഭയിൽ പ്രമേയാകെ ഒരു 2 വരിയേ ഉള്ളൂ. 2 വരി പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് എൻ കുമാരൻ, ആരാ എൻ കുമാരൻ? മഹാകവി കുമാരനാശാന് ശേഷം SNDP യോഗത്തിന്റെ അമരക്കാരനായിട്ട് ജനറൽ സെക്രട്ടറി ആയിട്ട് 10 വർഷം ഒരു പൈസ പ്രതിഫലം പറ്റാതെ സേവനമനുഷ്ഠിച്ച മഹാനാണ് എൻ കുമാരൻ. മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായിരുന്നു ആ കാലഘട്ടത്തിൽ. ആ എൻ കുമാരൻ അവതരിപ്പിച്ച പ്രമേയത്തെയാണ് ഈ സമുദായത്തിന് വേണ്ടി എല്ലാം ത്യജിച്ച് എന്തും ചെയ്യുവാൻ സന്മനസ് കാട്ടിയിരുന്ന ഡോക്ടർ പൽപ്പുവിന്റെ ജ്യേഷ്ഠ സഹോദരൻ പരമേശ്വരൻ കയറി എതിർത്ത് വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തിയത്. ആ വാർത്ത അറിഞ്ഞ സി കേശവന്റെ പ്രതികരണം, ഒരു മൂർഖൻ നിമിത്തം ഈ പ്രമേയം പാസ്സായിപ്പോയി, അല്ല പരാജയപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. ഒരു മൂർഖൻ, സമുദായത്തിലെ മൂർഖൻ. നേരത്തെ സാറ് സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ ഈ സമുദായക്കാരല്ല നമ്മുടെ തുണച്ചിട്ടുള്ള പലപ്പോഴും അന്യ സമുദായക്കാരാണ്. മഹാകവി കുമാരനാശാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ 14-ാമത്തെ വയസ്സിൽ കായിക്കര സ്കൂളിൽ മഹാകവി കുമാരനാശാൻ ജോലി കൊടുത്തത് കൃഷ്ണപിള്ള എന്ന് പറയുന്ന സ്കൂൾ ഇൻസ്പെക്ടറായിരുന്നു. ഒരു നായരാണ്. 4 വർഷം ആശാൻ അവിടെ പഠിപ്പിച്ചു. പക്ഷേ പ്രായപൂർത്തിയാകാത്തതുകൊണ്ടാണ് അത് പിന്നെ തുടരാൻ പറ്റാതായി പോയത്. ആശാൻ ഇതിൽ പിന്മാറേണ്ടി വന്നത്. സാർ സൂചിപ്പിച്ചതുപോലെ മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, അതുപോലെ ആ സവർണജാഥ വന്നപ്പോൾ ശിവഗിരിയിൽ നടന്നൊരു സംഭവം സാറിനടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. സവർണജാഥ വരുമ്പോൾ ഗുരു വാസ്തവത്തിൽ വൈക്കം സത്യാഗ്രഹത്തിന് ഗുരു ഒരിക്കൽ പോലും എതിരായിട്ട് നിന്നിട്ടില്ല. ശിവഗിരിയിൽ പ്രത്യേക കാണിക്ക വഞ്ചി വെച്ചു. ആ വഞ്ചിയിൽ വീഴുന്ന കാശ് വൈക്കം സത്യാഗ്രഹത്തിന് കൊടുക്കാനായിട്ട് ഗുരു അവിടെ കാണിക്ക വഞ്ചി വെച്ചു. ആദ്യമേ ഗുരു തന്റെ കയ്യിലുണ്ടായിരുന്ന 1000 രൂപ സത്യാഗ്രഹികൾക്ക് കൊടുത്തു. എന്നിട്ട് ഈ വഞ്ചി എടുത്തുകൊണ്ട് ഗുരുവും ഗുരുവിന്റെ ശിഷ്യന്മാരും കൂടി ആ പ്രദേശങ്ങളിൽ മുഴുവനും നടന്ന് പിരിവ് നടത്തി എന്നുള്ളതാണ് വൈക്കം സത്യാഗ്രഹത്തിന് വേണ്ടി. ആ ഗുരു വൈക്കം സത്യാഗ്രഹത്തിനെതിരായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു വൈക്കത്തെത്തിയല്ലോ, അവിടെ 2 ദിവസം തങ്ങിയല്ലോ. വേണമെങ്കിൽ നാമം ഖദർ ധരിച്ചുകൊണ്ട് സത്യാഗ്രഹത്തിൽ നിൽക്കാമെന്ന് ഗുരു പറഞ്ഞുവല്ലോ. അപ്പോൾ സത്യാഗ്രഹികളോട് പറഞ്ഞത് തൽക്കാലം വേണ്ട, അത് ആവശ്യം വരികയാണെങ്കിൽ മാത്രം മതി എന്ന് പറഞ്ഞ് ഗുരുവിനെ പിന്തിരിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഗുരു മടങ്ങിപ്പോകുന്നത്. അപ്പൊ ഇമാതിരി ഒരുപാട് കാര്യങ്ങൾ വാസ്തവത്തിൽ നമ്മുടെ യുവതലമുറ
അറിയേണ്ടുന്ന ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തതായ ഒട്ടേറെ കാര്യങ്ങൾ സാർ ഈ പുസ്തകത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. അതും ഒരു ഗവേഷക മനസ്സോടുകൂടി. സാറിൻ്റെ ഈ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ മുഴുവനും സാറിൻ്റെ വാക്കുകളല്ല, അതെല്ലാം ചരിത്രരേഖകളാണ്. ചരിത്രരേഖകളുടെ പ്രസക്ത ഭാഗങ്ങളാണ്. ആ ചരിത്രരേഖകളുടെ പ്രസക്ത ഭാഗങ്ങൾ ഓരോന്നോരോന്നായിട്ട് വായനക്കാരൻ്റെ മുൻപിലേക്ക് ഇട്ടുകൊടുത്തിട്ട് സാറ് തിരശ്ശീലയ്ക്കുള്ളിൽ മറിഞ്ഞിരിക്കുകയാണ്. നീ ചിന്തിച്ചോ? അതാണ് ഈ പുസ്തകത്തിൻ്റെ രചനയുടെ വേറൊരു കൗതുകം എന്ന് പറയുന്നത്. എന്നിട്ടൊരു അവസാനമാണ് സാറിൻ്റെ കമൻറ്റ് വരുന്നത്. ഈ തെളിവുകൾ മുഴുവനും, ഈ രേഖകൾ മുഴുവനും നമുക്ക് പകർന്നു തന്നിട്ട് ആ രേഖകളുടെ പിൻബലത്തോടുകൂടി എനിക്കെന്താണ് പറയാനുള്ളത് അത് ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനമായിട്ട് സാറിൻ്റെ കമൻട്രി അതിനകത്ത് വരുന്നത്. വാസ്തവത്തിൽ ഇതൊരു ചരിത്രരേഖയാണ്. ആ ചരിത്രരേഖകൾ ഇത്രയും തേടിപ്പിടിക്കുക എന്ന് പറയുന്നത്, പല സ്ഥലത്ത് കിടക്കുന്നതായ ആ ചരിത്രരേഖകൾ മുഴുവൻ തേടിപ്പിടിച്ച് കമ്പൈൽ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ആ ഒരു കാര്യം നിർവഹിച്ച സാറിന് വളരെ അഭിമാനത്തോടുകൂടി ഞാൻ അനുമോദിക്കുന്നു. ഈ പുസ്തകം കലാപൂർണ പബ്ലിക്കേഷനിൽ തന്നതിലുള്ളതായ സന്തോഷവും നന്ദിയും ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, വിശിഷ്ട വ്യക്തികളെ, മാന്യ സുഹൃത്തുക്കളെ, നമ്മുടെ പ്രകാശന ചടങ്ങ് അതിൻ്റെ അവസാന ഘട്ടത്തിലോട്ട് എത്തുകയാണ്. നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ കടമ. ഡോക്ടർ സി എൻ സോമരാജൻ സാർ രചിച്ച പുസ്തകത്തെക്കുറിച്ചൊക്കെ തന്നെ ആധികാരികമായിട്ടുള്ള വിലയിരുത്തലുകൾ നടന്നു കഴിഞ്ഞു. പ്രൗഢഗംഭീരമായ പ്രസംഗങ്ങളാണ് നമുക്കിവിടെ ലഭിച്ചത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിച്ച ഡോക്ടർ പി സത്യശീലൻ സാറ്, അദ്ദേഹം കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തുകയും ഈ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുകയും നല്ലൊരു പ്രസംഗം അവതരിപ്പിക്കുകയും ചെയ്ത അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. ഡോക്ടർ വി പി ജഗതിരാജ്, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ, അദ്ദേഹമാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത്. കൂടാതെ മുഖ്യ പ്രഭാഷണവും നടത്തിയത് അദ്ദേഹമാണ്. നമ്മുടെ ക്ഷണമൊക്കെ സ്വീകരിച്ച് കൃത്യമായിട്ട് തന്നെ ഇവിടെ എത്തുകയും അദ്ദേഹം നമ്മുടെ ഈ ചടങ്ങിനെ പ്രൗഢഗംഭീരമാക്കുകയും ചെയ്ത ഡോക്ടർ വി പി ജഗതിരാജ് സാറിന് ഈ ഇവിടെ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരുടെയും പേരിലും സോമരാജൻ സാറിൻ്റെയും പേരിലുള്ള നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു. അനുമോദന പ്രസംഗം നടത്തിയ ഡോക്ടർ ശിവദാസൻ, അദ്ദേഹവും വളരെ നല്ലൊരു പ്രസംഗമാണ് ഇവിടെ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിനെയും ഞാൻ നിങ്ങൾക്ക് ഒക്കെയുള്ള പേരിലുള്ള കൃതജ്ഞത അർപ്പിക്കുകയാണ്. പ്രൊഫസർ കെ ശശികുമാർ സാറും നല്ലൊരു പ്രഭാഷണം ഇവിടെ നടത്തി. അദ്ദേഹത്തിനെയും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. ശ്രീ ML അനിതരൻ സാറ് നല്ല ഒരു പ്രസംഗമാണ് ഇവിടെ നടത്തിയത്. നിങ്ങളുടെ ഒക്കെ പേരിലുള്ള നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. ഡോക്ടർ S ജയപ്രകാശ്, ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹം വളരെ ചിന്താധീനം, വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് പ്രതിപാദിച്ചുകൊണ്ട് ഒരു പ്രഭാഷണം ഇവിടെ നടത്തിയത്. അദ്ദേഹമാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത്. അദ്ദേഹത്തിന് ഞാൻ നിങ്ങളുടെയൊക്കെ പേരിലുള്ള അഗാധമായ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ പുസ്തകത്തിൻ്റെ രചയിതാവായ ഡോക്ടർ സി എൻ സോമരാജൻ സാറാണ് സ്വാഗത പ്രസംഗം നടത്തിയത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെയും നിങ്ങളുടെയൊക്കെ പേരിലുള്ള നന്ദി അറിയിപ്പിക്കുകയാണ്. പിന്നെ ഇവിടെ പങ്കെടുത്തിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും, വിശിഷ്യ നമ്മുടെ സുജയ് സാറ് നമ്മുടെ ഈ കാര്യങ്ങൾക്കൊക്കെ വളരെ, അദ്ദേഹമാണ് ഈ ദേശികനാട് എഴുത്തുകൂട്ടം എന്ന പേരുള്ള ഒരു സാഹിത്യകാരന്മാരുടെ സംഘടനയുടെ പ്രസിഡൻ്റാണ്. വാര്യത്ത് മോഹൻകുമാർ തുടങ്ങി എല്ലാ മാന്യ വ്യക്തികൾക്കും സുഹൃത്തുക്കൾക്കും അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന ഈ പ്രസ് ക്ലബിൻ്റെ ഭാരവാഹികൾക്കും മറ്റെല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.